അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, ബി.എ അഫ്ളൽ ഉലമയുടെ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ ഫിഖ് ലിറ്ററേച്ചർ എന്ന പേപ്പറിന്റെ അവസാന ഭാഗത്തുള്ള ഉസൂലുൽ ഫിഖിന്റെ ക്ലാസ്സുകളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലും ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നത്. ഇതിന്റെ ആദ്യത്തെ വീഡിയോ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഇതിന്റെ ലിങ്ക് ചേർക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കിയുള്ള ചില ഭാഗങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ പേജ് മാത്രം ചെറിയ ക്ലിയർ കുറവുണ്ടാവും, ബാക്കിയുള്ളതെല്ലാം നല്ല ക്ലാരിറ്റി ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൽ ഉമൂമു വൽ ഖുസൂസ്, ഉമൂമും ഖുസൂസുമാണ്. എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആനിലെ തന്നെ പല സംബോധനകളും മറ്റുമെല്ലാം ചിലത് മുഴുവൻ ആളുകളെയോ അല്ലെങ്കിൽ ഒരു സംഘത്തിലെ മുഴുവൻ ജനങ്ങളെയൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാവും. അപ്പോൾ അത് ഉമൂമാവും. ചിലപ്പോൾ ചില പ്രത്യേകമായ ആളുകളെയോ വ്യക്തികളെയോ ഒക്കെ ഉദ്ദേശിച്ചിട്ടുള്ളതാവും. അപ്പോൾ അത് അതിൻ്റെ ഖുസൂസിയായ രൂപം ഉണ്ടാവും. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളെല്ലാം താഴെ പറയുന്ന വിവിധ ഉദാഹരണങ്ങളിലൂടെയും മറ്റൊക്കെ നിങ്ങൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഉമൂമ് പറഞ്ഞാൽ ഇതിൽ പ്രയോഗിച്ചൊരു താരീഫ് അവിടെ കൊടുത്തത് നോക്കാം. എന്താണുള്ളത്? العموم هو لفظ يستغرق جميع ما يصلح له بلفظ واحد مثل كلمتي القوم والرجال. അഥവാ ഒറ്റ വാക്കുകൊണ്ട് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുന്ന തരത്തിലുള്ള ലഫ്ലുകൾക്കാണ് ഉമൂം എന്ന് പറയാം. ഒരു ഉദാഹരണം പറയാം. ഖൗമ് എന്ന് പറയുന്ന വാക്ക്, ഖൗമ് പറഞ്ഞാൽ ജനത എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ജനത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സമൂഹത്തിലെ ഓരോ ആളുകളെ സംബന്ധിച്ചു എന്ത് പറയാ, ഒരു ജനതയുടെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ അതിന്റെ കീഴിലുള്ള ഈ പദത്തിന്റെ കീഴിൽ എല്ലാ ആളുകളെയും അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതുപോലെ റിജാല് എന്ന് പറയുമ്പോൾ പുരുഷവർഗം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുരുഷന്മാരായ എല്ലാ ആളുകളെയും അത് ഉൾക്കൊള്ളിക്കും. അങ്ങനെ ഒരുപാട് ഒറ്റ വാക്കുകൊണ്ട് പറ്റാവുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വാക്കുകൾക്കാണ് ഉമൂം എന്ന് പറയാം. ഇനി താഴെ ചർച്ച ചെയ്യുന്നത് അവലൻ അൽ-ഉമൂം വൽ മുസ്തഫാദു മിൻ ലുഗത്തി, ഭാഷയിൽ ഉമൂമുകൾ ലഭിക്കാനുള്ള ചില മാർഗങ്ങളാണ് താഴെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അറബി ഭാഷയിൽ എങ്ങനെയെല്ലാം ചെയ്യുമ്പോഴാണ് ഈ ഉമൂമിന്റെ അർത്ഥം ഉണ്ടാവുക. അതിൽ ഒന്നാമത് തന്നെ പറയുന്നത് അൽ ജംഉൽ മുഅറഫു ബി അൽ അൽ ജിൻസിയ വിൽ ഇസ്തിഗ്റാഖിയ, അല്ല് കൊണ്ട് മാരിഫൈ ആക്കപ്പെട്ടത്. അല്ല് കൊണ്ട് മാരിഫൈ ആക്കപ്പെട്ടത് ഈ അല്ല് തന്നെ രണ്ട് തരത്തിലുള്ള അല്ലാവാം. ജിൻസിയയുടെ അല്ലുണ്ട്, അതുപോലെ ഇസ്തിഗ്റാഖിന്റെ അല്ലുണ്ട്. ജിൻസിയയുടെ അല്ല് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്ലാസ് നെയിം ഒക്കെ പറയുമ്പോൾ അവിടെ വരുന്ന അല്ലാണ് ജിൻസിയുടെ അല്ല്. ഉദാഹരണം പറഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ അരിജാൽ എന്ന് പറഞ്ഞല്ലോ. അരിജാൽ എന്നുള്ളത് പുരുഷ വർഗത്തെ കാണിക്കാൻ വേണ്ടി ആ അർത്ഥം കിട്ടുന്നത് ഈ അല്ലുകൊണ്ടാണ്. അപ്പൊ അങ്ങനത്തെ അല്ലിനാണ് ജിൻസിയയുടെ അല്ല് എന്ന് പറയുക. ഇനി ഇസ്തിഗ്റാഖിന്റെ അല്ല് എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്ന അർത്ഥം ലഭിക്കുന്ന തരത്തിലുള്ള അല്ലുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഉദാഹരണങ്ങൾക്ക് താഴെ വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള അല്ലുകൾ കൊണ്ടൊക്കെ ഈ ഉമൂമിന്റെ ഫായിദ കിട്ടും. ഖൗലിഹി തആല അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാഇ, പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേലിൽ നിയന്ത്രണാധികാരമുണ്ട് എന്ന് പറയുന്ന ഈ ആയത്തിലെ അർ-റിജാൽ എന്ന് പറയുന്ന ഈ ഭാഗത്തിലെ അല്ല് കണ്ടല്ലോ നിങ്ങൾ. ഈ അല്ല് നേരത്തെ പറഞ്ഞ ജിൻസിന്റെ മേൽ അറിയിക്കുന്ന അല്ലാണ്. അപ്പൊ ഇതുകൊണ്ട് മുഴുവൻ പുരുഷന്മാരെയുമാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു പുരുഷനെ സംബന്ധിച്ചോ മറ്റോ നല്ല ഉദ്ദേശം മുഴുവൻ പുരുഷന്മാരെയുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊന്ന് കിട്ടിയത് ഈ പറയുന്ന അല്ല് ഉള്ളതിൽ നിന്നാണ് പുരുഷവർഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ മുഴുവൻ പുരുഷന്മാരെയും ഉൾക്കൊള്ളിക്കുന്ന ആ ഉമൂമിന്റെ അർത്ഥം ലഭിക്കുന്നത് ആ അല്ലുകൊണ്ടാണ്. ഇനി ഇവിടെ നിന്ന് നല്ല ക്ലിയർ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അസ്മാവുൽ മുഅക്കദ, മറ്റൊരു ഈ പറയുന്ന അർത്ഥം കിട്ടാനുള്ള മാർഗമാണെന്ത്, ചില മുഅക്കദിനെ സൂചിപ്പിക്കുന്ന തഅക്കീദിനെ സൂചിപ്പിക്കുന്ന ചില അസ്മാവുകളുണ്ട്. ഉദാഹരണം പറയാം, കുല്ല് എന്ന് പറയുന്ന പദം, അതുപോലെ ജമീഅ എന്ന് പറയുന്ന പദം. ഇതെല്ലാം ഉമൂമിനെ ഫായിദപ്പിക്കുന്ന ഖൗലി തആല കുല്ലു ത്വആമി കാന ഹില്ലൽ ലിബനി ഇസ്രായീൽ എന്ന് വെച്ചാൽ ഇസ്രായേൽ സന്തതികൾക്ക് മുഴുവൻ ഭക്ഷണവും ഹലാലായിരുന്നു എന്ന് പറയുന്നത് ഈ കുല്ല് എന്നുള്ള അർത്ഥമുള്ളത് കൊണ്ടാണ് എന്തായത് ഇവിടെ മുഴുവൻ എന്ന് പറയുന്ന അർത്ഥം ലഭിക്കുന്നത്, ഉമൂമിനെ ഫായിദപ്പിക്കാനുള്ളത്.
അതുപോലെ അൽ ഇസ്മുൽ മുഫ്രദു അൽ മുഅറഫു ബി അൽ അദ്ദാലത്തി അലൽ ജിൻസി. നേരത്തെ ഓൾറെഡി പറഞ്ഞതിൽ സൂചനയുണ്ട്, എന്നാലും ജിൻസിന്റെ മേൽ അറിയിക്കുന്ന അല്ലുകൊണ്ടും ഈ പറയുന്ന അങ്ങനത്തെ മുഫ്രദായ ഇസ്മു കൊണ്ടുവന്നിട്ടുണ്ടാവും ഉമൂമിനെ ഫായിദപ്പിക്കും. എന്താ ഉമൂമിന്റെ അർത്ഥം ഉണ്ടാവും അർത്ഥം. താഴെ പറയുന്ന ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ. എന്താണ് അതിൽ പറയുന്നത്? ഒരു നിശ്ചിത അളവിനു മുകളിൽ ഉള്ള മോഷണം നടത്തുന്ന ആൺ വർഗമാവട്ടെ പെണ്ണാവട്ടെ, എന്ന് വെച്ചാൽ മോഷണം നടത്തുന്ന സ്ത്രീ വർഗവും പുരുഷ വർഗവും അവരുടെ രണ്ടുപേരുടെയും കൈകൾ വെട്ടണം ശിക്ഷയായിട്ട് എന്നാണ് അതിൽ പറയുന്നത്. അപ്പൊ അതിലേ ഈ അല്ല് ഉള്ളത് കൊണ്ട് എന്തായി, ഈ അല്ല് ജിൻസിന്റെ മേൽ അറിയിക്കുന്നു. സാരിഖ് എന്നുള്ളിടത്തും സാരിഖത്ത് എന്നുള്ളിടത്തും രണ്ടിടത്തും അല്ല് കാണാം. ഇത് ക്ലാസ് എന്റെ മേൽ അറിയിക്കുന്ന അഥവാ മോഷണം നടത്തുന്ന പുരുഷന്മാരുടെ വർഗം, മോഷണം നടത്തുന്ന സ്ത്രീ വർഗം എന്ന് ഈ അല്ലുകൊണ്ട് അർത്ഥം ലഭിക്കുന്നുണ്ട്. അപ്പൊ അത് ഉമൂമിനെ എന്ത് ചെയ്യും? ഫായിദപ്പിക്കും. ഉമൂമിന്റെ അർത്ഥം അതുകൊണ്ട് കിട്ടും എന്നർത്ഥം. അമ്മാ ഇൻ ദഖലത്ത് അൽ അൽ അഹദിയ അലൽ മുഫ്രദി വഇന്നാ ലാ തുഫീദുൽ ഉമൂമ. ഇവിടെ ഒരു മുഫ്രദായ ഇസ്മിന്റെ മേൽ, ഇവിടെ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് മുഫ്രദായ ഇസ്മ എന്ന് പറഞ്ഞത്. മുഫ്രദായ ഇസ്മിൽ അല്ല് കടന്നത്. ഒരു മുഫ്രദായ ഇസ്മിൽ പ്രവേശിച്ച അല്ല് അഹദിന്റെ അല്ലാണെങ്കിൽ അതുകൊണ്ട് ഉമൂം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. വഇന്നാ ലാ തുഫീദുൽ ഉമൂമ. അതിന് ഉദാഹരണം ഇതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. സൂറത്തുൽ ബഖറയുടെ സ്റ്റാർട്ടിങ്ങിലുണ്ട്. ഈ അഹദിന്റെ അലിഫ് ലാം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മുമ്പ് നമ്മൾ ഓൾറെഡി പരാമർശിക്കപ്പെട്ട അതിനെ കുറിച്ചൊക്കെ പറയുന്നിടത്ത് വരുന്ന അല്ലാണ് ഈ അഹദിന്റെ അല്ല്, അല്ലെങ്കിൽ ഒരു മുഹദ്ദദായ പ്രിസൈസ് ചെയ്യപ്പെട്ട ഒരു സംഗതിയെ മേൽ അറിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിടത്താണ് ഈ പറയുന്ന അല്ല് വരിക. അതാണ് മഅഹൂദ്, അറിയപ്പെട്ട എന്നർത്ഥമാണ് ഉണ്ടാവുക. ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അൽ കിതാബ് പറഞ്ഞാൽ അറിയപ്പെട്ട ആ ഗ്രന്ഥം, വിശുദ്ധ ഖുർആനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് ഈ പറയുന്ന അല്ലുകൊണ്ട് എന്തില്ല, ഉമൂമിന്റെ ഫായിദ കിട്ടൂല. കാരണം അവിടെ ഉള്ള അല്ല എന്താണ്, അഹദിന്റെ അല്ലാണ്. അപ്പൊ അഹദിന്റെ അല്ലുകൊണ്ട് കാര്യമില്ല. ഒന്നെങ്കിൽ എന്താവണം, ജിൻസിന്റെ അല്ലായിരിക്കണം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇസ്തിഗ്റാഖിന്റെ അല്ലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഇവിടെ ലഫ്ലുൽ കിതാബി ഹുന ലാ യശ്മലു കുല്ല കിതാബിൻ. ഈ പറഞ്ഞ ഉദാഹരണത്തിൽ അൽ കിതാബിന്റെ അല്ലുകൊണ്ട് മുഴുവൻ കിതാബിനെയും അർത്ഥം കിട്ടൂല, എന്ന് വെച്ചാൽ ഉമൂമിന്റെ ഫായിദ ഉണ്ടാവൂല. ഇന്നമൽ കിതാബുൽ മഅഹൂദ്, കാരണം ഇവിടെ അറിയപ്പെട്ട ഗ്രന്ഥമാണ് ഉദ്ദേശം. അതേതാണ്? എന്ന് ഖുർആനാണ്. നാലാമത്തെ ഒരു മാർഗം, ഉമൂമിന്റെ അർത്ഥം കിട്ടാനുള്ള നാലാമത്തെ ഒരു മാർഗം നെക്കിറയാണ്. നെക്കിറയായി ഉപയോഗിച്ചാൽ ചില പ്രത്യേക സാഹചര്യങ്ങളാണ് ഇവിടെ പറയുന്നുണ്ട്. ഫി സിയാഖിൻ നഫി, നഫീന്റെ സാഹചര്യത്തിൽ, അവിൻ നഹി അല്ലെങ്കിൽ നഹിന്റെ സാഹചര്യത്തിൽ ഒക്കെ നെക്കിറ വരികയാണെങ്കിൽ അവിടെയാണ് ഈ പറയുന്ന ഉമൂമിന്റെ ഫായിദ കിട്ടുക. നഫിയും നഹിയും തമ്മിലുള്ള മാറ്റം എന്താന്ന് വെച്ചാൽ, നഫി ആണെന്നുണ്ടെങ്കിൽ ഒരു സംഗതി ഇല്ല എന്ന് പറയുന്നിടത്തും, നഹി ആണെങ്കിൽ ഒരു സംഗതി അരുത് എന്ന് പറയുന്നിടത്തുമാണ് ഉപയോഗിക്കുക. ഉദാഹരണം പറയാം, ഞാൻ ഇന്ന് ചായ കുടിച്ചിട്ടില്ല എന്ന് പറയുന്നത് നഫിയാണ്, നീ ചായ കുടിക്കരുത് എന്ന് പറയുന്നത് നഹിയുമാണ്. അപ്പോ ഇത് രണ്ടിന്റെയും സാഹചര്യത്തിൽ, അതുപോലെ ഷർത്തിന്റെ കണ്ടീഷണൽ ക്ലോസ് ഒക്കെ ഉണ്ടാവൂലേ, നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നൊക്കെ പറയുന്ന കണ്ടീഷണൽ ആയിട്ട് വരുന്ന വാക്കുകൾ, അവിടെ ഒക്കെ നെക്കിറ വരികയാണെങ്കിൽ എന്തായാലും ഉമൂമ് ഫായിദപ്പിക്കും. നെക്കിറ മാരിഫ ഒക്കെ മുമ്പ് നിങ്ങൾ പിന്നെ ഈ ഇതിന്റെ ക്ലാസ്സിൽ, നഹ്വിന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എ പെൻ എന്ന് പറയുമ്പോൾ അർത്ഥമേ ഉണ്ടാവുള്ളൂ. അതേസമയം ദി പെൻ എന്ന് പറയുമ്പോൾ മുമ്പ് എപ്പോ നമ്മൾ മറ്റൊക്കെ പറയുന്നിടത്താണ് ദി പെൻ നമ്മൾ ഉപയോഗിക്കുക, അല്ലെ? അപ്പൊ ആ ഒരു മാറ്റം അവിടെ ഒരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ അഥവാ മറ്റേത് മാരിഫൈ ആകുമ്പോൾ ദി പെൻ എന്ന് പറയുന്ന വാക്കിന്റെ ആ ഒരു അർത്ഥമാണ് കിട്ടുക. ഏകാന് അത് ഓർത്ത് വെച്ചാൽ മതി. വിശുദ്ധ ഖുർആനിൽ കാണാം, റസൂലുള്ളാഹി തങ്ങളുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, ലാ യഹില്ലു ലി ഇംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി തുസാഫിറു മസീറത യൗമിൻ ഇല്ലാ മഅ ദി മഹ്റമിൻ. അതിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരൊറ്റ സ്ത്രീക്കും അനുവദനീയമല്ല, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരൊറ്റ സ്ത്രീക്കും അനുവദനീയമല്ല ഒരു ദിവസത്തെ വഴിദൂരം വരുന്ന സ്ഥലത്തേക്ക് യാത്ര പോകൽ ആരുടെ കൂടെ അല്ലാതെ, മെഹ്റമിന്റെ കൂടെ അല്ലാതെ. സ്ത്രീ സ്വാഭാവികമായിട്ടും ഭയങ്കരമായി സുരക്ഷ നൽകപ്പെടേണ്ട ഒരു വിഭാഗമാണല്ലോ.
അപ്പോ അതിന് അവർക്ക് എന്ത് വേണം? കൂടെ മഹ്റമീങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ദീർഘയാത്ര പാടുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ സാരം. ആങ്ങളയോ അല്ലെങ്കിൽ ഉപ്പയോ അല്ലെങ്കിൽ ഭർത്താവോ ഒക്കെ കൂടെ ഇല്ലാതെ അങ്ങനെ ദീർഘയാത്ര ഒറ്റയ്ക്ക് അവർ പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ് ഹദീസിലൂടെ പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഇപ്പോ ലാ യഹില്ലു ഇമ്രത്ത് എന്ന് പറഞ്ഞെടുത്ത് ഒരൊറ്റ സ്ത്രീക്കും അനുവദനീയമല്ല എന്ന് പറയുന്ന ഈ ഒരൊറ്റ എന്ന് പറയുന്ന അർത്ഥം എവിടുന്ന കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ പറയും ഇവിടെ ലാ യഹില്ലു എന്ന് പറയുന്നിടത്ത് നഫിയാണ് സിയാക്ക്. ഇപ്പൊ നഫീന്റെ സിയാക്കിൽ അഥവാ നഫി വരുന്ന സാഹചര്യത്തിൽ അവിടെ ലി ഇമ്രഅത്തിൻ എന്ന് പറയുന്നിടത്ത് ഒരു തെൻവീന് കാണാലോ, തെൻവീൻ നെക്കറയുടെ അടയാളമാണ് അല്ലെ ഇമ്രഅത്തി എന്ന് പറയുന്നിടത്ത്. അപ്പൊ ഈ നെക്കറ വന്നപ്പോ ആ നെക്കറക്ക് അവിടെ എന്തുണ്ടായി? മൂമിന്റെ അർത്ഥം ഉണ്ടായി എന്നാണ് പറഞ്ഞ അതിന്റെ സാരം. ഓക്കെ. ഇനി വമന നെക്കറത്ത് ഫി സിയാഖ് നഹി, നഹിന്റെ സാഹചര്യത്തിൽ നെക്കറ വരുമ്പോ അവിടെ വരുന്ന മൂമിന്റെ ഫായത കിട്ടുന്നതിന് ഉദാഹരണം മറ്റൊരായത്തിൽ കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം എന്ന് വെച്ചാൽ ഒരൊറ്റ ജനവിഭാഗവും മറ്റൊരൊറ്റ ജനവിഭാഗത്തോടും നിങ്ങൾ എന്ത് ചെയ്യരുത്? പരിഹസിക്കരുത് എന്നാണ് അതിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ വാക്കിൽ എന്തുണ്ട്? കൗമുൻ എന്ന് പറയുന്നിടത്ത് ഒരു കൗമ് മറ്റൊരു കൗമിനെ പരിഹസിക്കരുത് എന്നല്ല അർത്ഥം. പിന്നെ ഒരൊറ്റ കൗമും മറ്റൊരു കൗമിനെയും പരിഹസിക്കരുത് എന്നാണ്. അത് എവിടുന്ന കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ മറുപടി അറിയുന്നത് അത് ഈ നെക്കിറ വന്നതുകൊണ്ടാണ് ഈ പറയുന്ന അർത്ഥം കിട്ടിയത്. ഓക്കെ. ഓക്കെ, അപ്പൊ ആ കാര്യം റെഡി ആയല്ലോ. ഇനി അവന് നക്കിറത്തി ഫി സിയാഖ് ഷർത്തി, ഷർത്തിന്റെ സിയാഖിൽ നിക്കർ വന്നതിന്റെ ഉദാഹരണം അല്ല, നിക്കർ വന്നപ്പോൾ ഉമ്മ കിട്ടുന്നതിന്റെ ഉദാഹരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു എന്ന് പറയുന്ന ആയത്ത്. അവിടെ നിങ്ങൾ നോക്കൂ, നിങ്ങളിലേക്ക് വല്ല ഫാസിഖും വന്നാൽ ബിനബഇൻ വല്ല വാർത്തയും കൊണ്ടുവന്നാൽ ഫതബയ്യനു അത് നിങ്ങളൊന്ന് കൃത്യമായി അന്വേഷിക്കണേ എന്ന് വെച്ചാൽ ധർമ്മിഷ്ഠനല്ലാത്ത ഒരാള്, നല്ല സച്ചരിതയായ റൂട്ടിൽ പോകുന്ന ഒരാളല്ലാത്ത ഒരാള് എന്തെങ്കിലും വാർത്ത പറഞ്ഞാൽ അത് അപ്പടി അങ്ങ് സ്വീകരിച്ചേക്കരുത്. അത് നന്നായി അന്വേഷിച്ചെങ്കിൽ മാത്രമേ സ്വീകരിക്കാവൂ. ചിലപ്പോ മറ്റൊരാൾക്കെതിരെയുള്ള ആരോപണമോ മറ്റൊക്കെ ആയിരിക്കാം, അതിൽ യാതൊരു വസ്തുതയും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി ജാഗ്രത പാലിക്കണം എന്നാണ് ആയത്തിലെ നിർദ്ദേശം. അവിടെ ഇൻ ജാക്കും ഫാസിഖുൻ എന്ന് പറഞ്ഞിടത്ത് നെക്കിറയുണ്ട്. പക്ഷെ ഈ നെക്കിറ കൊണ്ട് ഫായിദപ്പി. ഇതിന് കാരണം എന്താ? ഇൻ ജാക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷണൽ ക്ലോസിന്റെ സാഹചര്യത്തിലാണ് അത് വന്നിട്ടുള്ളത്. അപ്പൊ അതിന് മൂമിന്റെ ഫായിദ ഉണ്ടാവും. അപ്പൊ ഏതൊരു ഫാസിഖും എന്ന് പറയുന്ന അർത്ഥമാണ് അവിടെ കിട്ടുക. പറഞ്ഞ മനസ്സിലായല്ലോ. ഇനി മറ്റൊരു സാഹചര്യം ഇലാഫത്ത് കൊണ്ടും എന്തുണ്ടാവും? മൂമിന്റെ ഫായിദ കിട്ടും. ഉദാഹരണം പറയാം, വലാ തഖ്തുലു ഔലാദക്കും എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ ഒരു മക്കളെയും നിങ്ങൾ എന്താക്കരുത്? കൊന്നുകളയരുത്. ഇവിടെയും മൂമിന്റെ ഫായിദ കിട്ടും. അത് എവിടുന്നാ കിട്ടുന്നത് വെച്ചാല് ഇവിടെ ഔലാദ് എന്ന് പറയുന്ന പദത്തെ ഖും എന്ന് പറയുന്ന ഈ ഖിതാബിനോട് എന്താക്കിയിരിക്കുന്നു? ഇലാഫത്ത് ചെയ്തിരിക്കുന്നു. അപ്പൊ എന്തർത്ഥം ഉണ്ടാവും? മൂമിന്റെ അർത്ഥം കിട്ടും. അതുപോലെ അസ്മാഉ ഷർത്തി, ഷർത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറെ ഇസ്മുകളുണ്ട്. ഉദാഹരണം പറയാം, മന്ന്, മാ, ഐനമ. ഇതൊക്കെ ഷർത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വിവിധ ഇസ്മുകളാണ്, കണ്ടീഷണൽ ക്ലോസുകൾക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അത്തരം വാക്കുകൾ കൊണ്ടൊക്കെ ഈ പറയുന്ന മൂമ് കിട്ടും. വിശുദ്ധ ഖുർആനിൽ കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹ് എന്ന് പറയുന്ന ആയത്തിൽ പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും റമദാൻ മാസം സന്നിഹിതരായാൽ, റമദാൻ മാസത്തിൽ ആരോഗ്യവാന്മാരായിട്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നോമ്പ് അനുഷ്ഠിക്കണം എന്നാണ് അതിൽ പറയുന്നത്. അപ്പോ ഇവിടെ ഫമൻ ഷഹീദ എന്ന് പറഞ്ഞോടത്ത് ഷർത്താണ്, ഷർത്തിന്റെ മന്ന അവിടെ വന്ന് കാണാം. അപ്പൊ അതുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവും? ഈ പറയുന്ന ഹുമൂമിന്റെ ഫായിദ കിട്ടും. ഏതൊരുത്തനും ഏതോ ഒരാളോട് പറയുന്നതല്ല. ഏതെങ്കിലും ഒരാളോട് നിങ്ങൾ റമദാനിൽ ഉണ്ടായാൽ നിങ്ങൾ നോമ്പനുഷ്ഠികൾ എന്നല്ല, എല്ലാ ആളുകളോടെയാണ്. ഹുമൂമിന്റെ അർത്ഥം അവിടെ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് വിശുദ്ധ ഖുർആനിലെ ഓരോ ഖിതാബ് കൊണ്ടുള്ള ഉദ്ദേശം കേവലം ഒരാളാണോ അതല്ല, അത് പ്ലൂറൽ ആയിട്ടാണോ അർത്ഥം ഉണ്ടാവുക, അത് ഈ പറയുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ അസ്മാവ് ഷർത്തൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്തുണ്ടാവും? പ്ലൂറലാണ് ഉദ്ദേശം ഉണ്ടാവുക സാധാരണ. അപ്പൊ അതൊന്നും ഫായദിപ്പിക്കും. അതുപോലെ ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, ഇത് ഖുർആനിലെ ആയത്താണ്. അതിൽ പറയുന്നത് നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, വേർ എവർ യു ആർ,
യുദ്രിക്കുമുൽ മൗത്തു, നിങ്ങൾക്ക് മരണം എത്തുക തന്നെ ചെയ്യും. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, അത് കെട്ടിയുണ്ടാക്കിയ വലിയ ഗോപുരങ്ങൾക്കുള്ളിലാണെങ്കിൽ പോലും, വെച്ചാൽ എത്ര വലിയ ബന്ദോബസ്തായ എല്ലാ ഡോറുകളും അടക്കപ്പെട്ട ഒരു കോട്ടക്കുള്ളിലാണ് നിങ്ങളുള്ളതെങ്കിൽ പോലും എന്റെ മരണദൂതൻ നിങ്ങളെ തേടി എത്തിയിരിക്കും എന്ന് പറയുന്ന, അതായത് ഒരു നിശ്ചിതമായ ആയുസ് മാത്രമേ മനുഷ്യന് ഈ പറയുന്ന ദുനിയാവിൽ ജീവിക്കാനാവൂ. ഇത് കേവലം ഒരു പരീക്ഷണ ലോകം മാത്രമാണല്ലോ. അപ്പൊ അവിടെ എന്തുണ്ട്? ഈ ഐനമ എന്ന് പറയുന്ന ഷർത്തിന്റെ ഈ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താ അർത്ഥം ഉണ്ടാവും? ഐനമ തെക്കൂനു എന്ന് പറഞ്ഞോടത്ത് ഉദ്ദേശം എന്തല്ല, നിങ്ങൾ ഏതെങ്കിലും ഒരാൾ എന്നുള്ളതല്ല, ഏതാളായാലും ശരി, ഏതൊരുവനാണ് ശരി, എവിടെയാണെങ്കിലും ശരി. അപ്പൊ ഇവിടെ ഈ ഐനമ എന്ന് പറഞ്ഞോടത്ത് എവിടെ ആണെങ്കിൽ തന്നെ ഒരു ഉമൂമിന്റെ ഫായത ഉണ്ടാവും. എവിടെ ആണെങ്കിലും ശരി, ഏത് സ്ഥലത്താണെങ്കിൽ പോലും അടക്കം എന്തുണ്ടാവും? മരണദൂതൻ നിങ്ങളെ തേടി എത്തിയിരിക്കും എന്ന് അതിന് സൂചന കിട്ടിയല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മളെ ടൈറ്റാനിക് എക്സ്പെഡിഷൻ നടത്താൻ വേണ്ടി പോയ ഈ ഭാഗം കടലിന്റെ അടിത്തട്ടിൽ പോയിട്ട് അവിടുന്ന് ഈ ഒരു ഇംപ്ലോഷൻ ഉണ്ടായിട്ട് മരണപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ വാർത്തകൾ വായിച്ചിരുന്നു. അപ്പൊ ഏത് സ്ഥലത്താണ്, കടലിന്റെ ആഴിക്കടലിനുള്ളിൽ വെച്ചാണെങ്കിൽ പോലും മരണം നിങ്ങളെ തേടി എത്തിയിരിക്കും. പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പൊ അവിടെയും ഈ അസ്മാ ഷർത്ത് വന്നതുകൊണ്ട് ഉമൂമിനെ ഫായദിപ്പിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാല് അസ്മാഉൽ ഇസ്തിഫാം, ഇസ്തിഫാമിന്റെ ഇസ്മുകൾ, അതുകൊണ്ടും എന്ത് പറയുന്നു? ഉമൂമിന്റെ അർത്ഥം ഉണ്ടാവും. മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നർത്ഥം, മാതാ എന്ത്, അയിന എവിടെ തുടങ്ങിയ ഇസ്തിഫാമിന്റെ ഇസ്മുകൾ വരുന്നിടത്ത് ഒരു തരത്തിലുള്ള ഉമൂമ് കിട്ടും. ഉദാഹരണം പറഞ്ഞാൽ മൻ ഫഅല ഹാദാ ബി ആലിഹത്തിന, നമ്മുടെ ദൈവങ്ങളോട് ആരാണ് ഇപ്രകാരം ചെയ്തത്. അവിടെ ഈ ആരാണെന്ന് ഉദ്ദേശിക്കുന്നത് കേവലം ഏതോ ഒരാളെ സംബന്ധിച്ചില്ല, ആരായാലും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതൊരു ആള്, ഉമൂമിന്റെ അർത്ഥം ഉണ്ട് അവിടെ, ഏകദേശം ഒരാള് എന്ന അർത്ഥത്തിനല്ല. ആരാണ് ഇപ്രകാരം ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ആരിലേക്കും ചെല്ലാം. അവിടെയും ഉമൂമിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മാതാ അറാദുല്ലാഹു ബിഹാദാ മസല, ഈ പറയുന്ന മസല കൊണ്ട് അള്ളാഹു തആല എന്താ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നിടത്ത് എന്ത് എന്നുള്ളിടത്ത് അവിടെ ഉമൂമിനെയാണ് ഫായദിപ്പിക്കുന്നത്. അല്ലാതെ ഒരു ഖാസായ ഒരു പ്രത്യേക വ്യക്തിയോടോ ഒരു പ്രത്യേക സാധനത്തോടോ ഒന്നുമല്ല ഉദ്ദേശം, ഉമൂമാണ്. അതുപോലെ ഐനമ കുന്തും തദ്ഉന മിൻ ദൂനില്ലാഹി, അല്ലെ, നിങ്ങൾ ഐനമ പറഞ്ഞ എവിടെയാണെങ്കിലും ശരി, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധന നടത്തുന്നത് എവിടെ നിന്നാണെങ്കിലും ശരി എന്നൊക്കെ പറഞ്ഞിടത്ത് ഈ ഐനമ എന്നുള്ളതും എന്തിനെ ഫായദിപ്പിക്കുന്നുണ്ട്? സിഫാമിൻ ഒരു സംഗതിയാണല്ലോ ഇപ്പൊ ഈ ഐനമ എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടും ഉമൂമിനാണ് ഫായദിപ്പിക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ്. അർത്ഥം ഉണ്ടാവും. മറ്റൊരു സ്ഥലം കാണാൻ എന്ത്? വഖൗലുഹു മാദാ അറാദല്ലാഹു ബിഹാദാ മസല, ഇവിടെയും മാതാ എന്നാ വന്നിട്ടുള്ളത്. ഈ മാതാ എന്നുള്ളത് എന്താണ്? ഇപ്രകാരം നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ എന്താണ്? മാതാ അറാദല്ലാഹു ബിഹാദാ മസലൻ, മാതാ എന്നുള്ളതും ഇവിടെ ഇസ്തിഫാമിന്റെ അക്ഷരം ഉമൂമിനെ ഫായദിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അതുപോലെ വേറെ ഒന്നാണ് എന്ത്? ഐനമാ കുന്തും തദ്ഉന മിൻ ദൂനില്ലാഹി, നിങ്ങള് ഐനമാ കുന്തും തദ്ഉന മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരൊക്കെ വിളിച്ചാലും ശരി എന്നുള്ള അർത്ഥത്തിന് അവിടെ പ്രയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എവിടെ ആയിരുന്നാലും ശരി അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചാൽ ഉത്തരം കിട്ടൂല എന്നോ എന്തോ ആയിരിക്കണം ആയത്തിന്റെ പൂർണ്ണഭാഗം നോക്കണം, എന്താണ് ഇതിന്റെ പൂർണ്ണമായ ആശയം എന്നറിയാൻ. ഏതായാലും അവിടെ ഐനമ എന്ന് പറയുന്നത് അവിടെ ഉമൂമിനെ ഫായദ നൽകുന്ന ഒരു കാര്യമാണ് എന്നാണ് ഉദ്ദേശം. ഇനി അതുപോലെ മറ്റൊന്നാണ് എന്ത്? അസ്മാഉൽ മൗസൂല, ഇസ്മു മൗസൂലകൾ, അതും എന്താവാറുണ്ട്? ഉമൂമിന് അർത്ഥം നൽകുന്ന സംഗതിയാണ്. ഇതുപോലെ മണ്ണ്, മാ, ഇതൊക്കെ ഇസ്മിന്റെ ഇസ്മു മൗസൂലയായിട്ട് പറയപ്പെടുന്ന സംഗതിയാണ്. അഥവാ നമ്മള് ഇംഗ്ലീഷിൽ നമ്മൾ റിലേറ്റീവ് പ്രോനൗൺസ്, റിലേറ്റീവ് ഇതൊക്കെ പഠിക്കാറുണ്ടല്ലോ. ഇന്നാലിനെ, അയാളെയാണ് നമ്മൾ ഇന്നലെ കണ്ടത് എനിക്ക് പറയില്ല, ദി മാൻ ഹൂ എന്നൊക്കെ ഉപയോഗിച്ച് പറയാലോ. അതിന് ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതിനാണ് മൗസൂല എന്ന് പറയുന്നത്. അങ്ങനത്തെ മൗസൂലയുടെ ഇസ്മുകൾ അതിൽ പെട്ടാണ് മൻ, മാ, ഇതാ എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ എപ്പോ ആണ് ഈ പറയുന്ന ഉമൂമിന്റെ അർത്ഥം ഉണ്ടാവുക? ജമ്മിന്റെ മേൽ അറിയിച്ചാൽ. ഇത് ഖുർആൻ നോക്കൂ, വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദ്, അപ്പോ വലില്ലാഹി യസ്ജുദു, അള്ളാഹുവിനെ സുജൂദ് ചെയ്യും, സാഷ്ടാംഗം നമിക്കും, മൻ ഒരുത്തർ, അല്ലെങ്കിൽ ഒരുത്തൻ, ഫിസ് സമാവാതി വൽ അർദ്, ആകാശത്തും ഭൂമിയിലുമുള്ള ഒരുത്തർ. ഇവിടെ നോക്കൂ,
ജമ്മിന്റെ മേൽ അവിടെ അറിയിക്കുന്നത്. അതായത് ഒരുത്തൻ എന്നല്ല ഉദ്ദേശം, പിന്നെ ഒരുത്തർ എന്നാണ്. അത് ആകാശങ്ങളും ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാരും ബാക്കിയുള്ളവരും ഒക്കെ അവരെന്ത് ചെയ്യും? അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്യുന്നുണ്ട് എന്ന് അർത്ഥം വരുന്ന ഒരു സംഗതിയാണ് അവിടെ ഉള്ളത്. അപ്പൊ മൻ എന്ന ഇവിടെ എന്താണ്? കേവലം ഒരു വ്യക്തിയുടെ മേലല്ല അറിയിക്കുന്നത്, ഒരു ജമ്മിന്റെ മേലാണ് അറിയിക്കുന്നത്. അമ്മൽ ജമ്മുൻ നക്കിറത്തു മുഖ്തലഫുൻ ഫി ഉമൂമിഹി. അപ്പോ നക്കിറയുടെ ജമ്മാണെങ്കിലോ, അപ്പൊ അതൊരു ഉമൂമിന്റെ വിഷയത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഈ നക്കിറയുടെ ജമ്മു എന്ന് പറയുന്നിടത്ത് അവിടെ എല്ലാ ഫർദന അതിന്റെ കീഴിൽ വരുന്ന ഓരോ അംഗം, ആ എല്ലാ അംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചോളണമെന്നില്ല. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസ്വാൽ എന്ന് പറയുന്നുണ്ട്. റിജാലുൻ എന്നിട്ട് പറഞ്ഞിട്ട് റിജാലുൻ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഈ റിജാൽ എന്ന് പറഞ്ഞിടത്ത് ഇവിടെ ഇപ്പോ നെക്കിറയാണ്. ഈ നെക്കിറ കൊണ്ടവിടെ ഉമൂമിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഉണ്ട്. പക്ഷെ അവിടെ അത് ഈ ആയത്തിൽ പറയുന്നത് രാവിലെയും വൈകിട്ടും പ്രഭാതത്തിലും അതുപോലെ പ്രദോഷത്തിലും അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചെയ്യും ഏതാനും ചില ആളുകൾ എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പൊ റിജാലു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ മനുഷ്യന്മാരും എന്നുള്ളതല്ല ഇവിടുത്തെ ഉദ്ദേശം. പക്ഷെ അത് ചിലയിടത്ത് അങ്ങനെ ഉണ്ടാവും. നേരത്തെ പറഞ്ഞപ്പോ നഫീന്റെ സിയാക്കിലൊക്കെ വരുന്നിടത്ത് അവിടെ നെക്കിറ വരികയാണെങ്കിൽ ഉമൂമിന്റെ അർത്ഥം തന്നെ കിട്ടും. പക്ഷെ ആ ഉമൂമിന്റെ അർത്ഥമല്ല ഇവിടെ ഉണ്ടാവുക. നക്കിറയുടെ ഭാഗത്തുനിന്നോട് കിട്ടുന്ന പിന്നെ ഇവിടുത്തെ ഈ മൂമ് എന്ന് പറഞ്ഞാല് അവിടെ ഉദ്ദേശിക്കുന്ന എല്ലാ ഫർദുകളെയും ഉൾക്കൊള്ളിക്കൂല. പിന്നെ കൂടെ കുറെയൊക്കെ ഫർദ് ഉൾക്കൊള്ളിച്ചേക്കാം, ആ അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ ആളുകളും അപ്രകാരം ചെയ്യുമെന്നല്ല, ചില ആളുകൾക്ക് അങ്ങനെ ചെയ്തേക്കാം എന്നർത്ഥം ഉണ്ടാവുള്ളൂ. എന്നാലും ഒറ്റയാളല്ല, ഒരു ജമ്മു തന്നെയാണ് അവിടെയും അർത്ഥം വരിക. അപ്പൊ ഇവിടെ നോക്കൂ, ലഫ്ലു റിജാൽ, ഈ ആയത്തിൽ പറയുന്ന റിജാൽ എന്താണ്? ലായദുല്ലു അലാ ജമീ റിജാലി, മുഴുവൻ ആളുകളുടെ മേൽ അറിയിക്കുന്നില്ല. വഇന്നമാ അലാ അദദിൻ മിൻഹും, അവരിലെ ഏതാനും ചില എണ്ണങ്ങളുടെ മേലാണ് അറിയിക്കുന്നത്. യസീദു അലസ്നൈനി, രണ്ടിന്റെ മേൽ വർദ്ധിക്കുന്ന, അതായത് രണ്ടിൽ കൂടുതലുള്ള ഏതെണ്ണോ. അങ്ങനെ ആകുമ്പോ അത് പ്ലൂറൽ ആയല്ലോ, ഏകവചനത്തിൽ നിന്ന് പോയല്ലോ. അപ്പൊ അതാണ് ഇതിന് കിട്ടുക. അക്കല്ലുഹു സലാത്ത്, അങ്ങനെ വരുന്ന ജമ്മിന്റെ ഏറ്റവും ഷോർട്ട് ആയതെന്ന് പറഞ്ഞാൽ മൂന്നെണ്ണമാണ്. അതായത് ഒരു ജമ്മ് എന്ന് എപ്പോഴാ പറയാൻ പറ്റുക? അത് മൂന്നാളുകളെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ജമ്മ് പ്ലൂരൽ എന്ന് പറയാം. അങ്ങനെയാണ് ഇതിന്റെ ഉദ്ദേശം. ഇനി അഖല്ലുമാ യസ്തഗ്രിഖുഹു മിനൽ അഫ്റാദി മുതറദ്ദിദുൻ ബൈന ഇസ്നൈനി വ സലാസ. ഇപ്പൊ നമ്മൾ ഉമൂമ് ഫായിദ് നൽകും, മറ്റു പലതിനും അംഗങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു നൽകുന്നു പറഞ്ഞതിന്റെ ഏറ്റവും ഷോർട്ടായ യൂണിറ്റ് ഏതാണ്? അത് ചർച്ച തന്നെ. അത് രണ്ടാണോ മൂന്നാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറയുന്നതിന്റെ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ജമ്മു എന്ന് പറഞ്ഞാൽ രണ്ടാളാണ്, ചിലർ പറഞ്ഞു മൂന്നാളാണ്. ഏതായാലും രണ്ട് അഭിപ്രായങ്ങൾ ആവശ്യത്തിലുണ്ട്. അതിൽ ഒന്ന് വിട്ടാൽ എന്തായി? രണ്ടായി, ജമ്മായി എന്ന് പറയുന്ന അർത്ഥം ഉദ്ദേശിക്കുന്നവരുണ്ട്. അത് യുത്തബിറത്ത് അസുന്നത്തു എന്ന സ്വലാത്തു അൽ ജമാഅത്ത തന്നാത്തു ബിസ്നൈനി. അവര് ഒരു തെളിവ് പറയുന്നത് പല ഓരോരുത്തർക്കും അവരുടെ ന്യായം ഉണ്ടാവുമല്ലോ, രണ്ട് വിഭാഗക്കാർക്കും. അപ്പോ രണ്ട് ആളായാലും ഈ പറയുന്ന ജമ്മിന്റെ അർത്ഥം കിട്ടും എന്ന് പറയുന്നവര് പറയുന്നത് അത് നമുക്ക് മറ്റേ ആൾ എന്ത് ചെയ്യാം, ആയിട്ട് നിസ്കരിക്കുക. അപ്പൊ ജമാഅത്ത് നിസ്കാരം രണ്ടാളായാലും നടക്കും. അപ്പൊ ഉള്ളൂ, അവിടെയും ജമ്മു വന്നല്ലോ. അപ്പൊ ജമ്മിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് രണ്ടാളാവുക ഇതാണ്. മാത്രല്ല റസൂലുള്ളാഹി ഹദീസിലുണ്ട്, അൽ ഇസ്നാനി ഫമാ ഫൗഖഹുമാ ജമാഅത്തുൻ, രണ്ടോ അതിൽ കൂടുതലുള്ളതോ ഒക്കെ എന്താണ്? ജമാഅത്താണ് എന്നുണ്ട്. അപ്പൊ ആ ഹദീസും കൂടി ഉള്ളത് കൊണ്ട് എന്തായി? അവർക്ക് ഒന്നുകൂടി തെളിവായി. ഏതായാലും ഒന്നിൽ കവിഞ്ഞതൊക്കെ ജമ്മാണ് എന്ന് പറയുന്ന അഭിപ്രായം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി തൽക്കാലം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് അൽ ഉമൂമുൽ മുസ്തഫാദു ഉർഫൻ. ഇവിടെയൊക്കെ ഉള്ള ഉമൂമ് എന്ന് പറഞ്ഞാൽ അത് ഉർഫിൽ നിന്ന് കിട്ടുന്ന ഉമൂമായിരിക്കും. ഉർഫ് എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിലും ഓരോ പ്രയോഗങ്ങൾ ഉണ്ടാകുമല്ലോ, ആ നാട്ടിലെ പ്രയോഗം അനുസരിച്ചുള്ള ഉമൂമാണ് അവിടെ ഉണ്ടാവുക എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അൽ ഉമൂമുല്ലദീ ലം യസ്തഫിദ് മിൻ വദഇൽ ലുഗത്തി,
ഈ ഉമൂമ് ഇവിടെ പിന്നെ ഫായിദ നൽകുന്നത്, അല്ലെങ്കിൽ ഉമൂമിന്റെ അർത്ഥം നൽകുന്നത് ഭാഷാപരമായിട്ട് കിട്ടുന്ന അതിന്റെ ഒരു വകയിൽ നിന്നല്ല. ബലുസ്തുഫീദ മിനൽ ഉർഫി, പിന്നെ ഓരോ നാട്ടിലെ ഓരോ ശൈലികളിൽ നിന്നാണ് എന്ത് ചെയ്യുക ഈ ഉമൂമിന്റെ അർത്ഥം കിട്ടുക. ഉദാഹരണം പറഞ്ഞാല് മിൻ ഇസ്തിഅമാലി അഹ്ലിൽ ലുഗത്തി, ആ ഭാഷ ഉപയോഗിക്കുന്ന ആളുകളുടെ ഉപയോഗത്തിനനുസരിച്ചാണ് ആ പറയുന്നത് എന്തുണ്ടാവുക ഉമൂമിന്റെ അർത്ഥം ഉണ്ടാവുക. ഉദാഹരണം പറഞ്ഞാല് ഹുരിമത് അലൈക ഉമ്മഹാത്തുക്കും, അലൈക്കും എന്നല്ലല്ലോ, ഹുരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും എന്ന് പറയുന്ന ആയത്ത് എടുത്തു നോക്കിയാല് സൂറത്തുൽ നിസായിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ഉമ്മമാർ നിങ്ങളുടെ മേൽ ഹറാമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങളുടെ ഉമ്മമാരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് അനുവദനീയമല്ല എന്നാണ് അതിന് കിട്ടുക. അപ്പൊ ഇവിടെ ഈ പറയുന്ന തെഹരീം അഥവാ ഹറാമാണ് എന്ന് പറയുന്ന വിഷയം യൗമു ഉജൂഹൽ ഇസ്തിംതായി, എല്ലാ തരത്തിലുള്ള ആം, ഉം, ഇസ്തിംതായിനെയും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. യാനൽ മഖ്സൂദ മിൻ തെഹരീമിൻ നിസ്വത്തി, കാരണം അതാണ് എന്ത് ഒരു സ്ത്രീകളെ ഹറാമാക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അതായത് നമ്മൾ ഭാര്യയെ പിന്നെ നമ്മൾ പല നിലക്കും ഉപയോഗിക്കാറുണ്ടല്ലോ, എന്നതുപോലെ നിങ്ങൾക്ക് ഉമ്മയെ വിവാഹം ചെയ്യാൻ പറ്റില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോ ഇവിടെ എന്തു പറഞ്ഞു, ഹുരിമത്ത് അലൈക്കും മാത്തുക്കെന്ന് പറഞ്ഞുകൊടുത്ത് എന്ത് പെടൂല, തെഹരീമു ഐനിൽ ഉമ്മി, ഉമ്മ എന്ന് പറയുന്ന ആ തടി തന്നെ ഹറാമാണ് എന്നല്ല ഉദ്ദേശിച്ചത്. അതിനിപ്പോ ചിലപ്പോ അർത്ഥം നേരെ ഭാഷാപരമായി ചിന്തിക്കുമ്പോൾ ചിലപ്പോ അങ്ങനെ തോന്നിയേക്കാം, എന്ത് നിങ്ങളുടെ മേൽ ഉമ്മ ഹറാമാണോ, ഉമ്മാനെ എന്താ കാണൽ ഹറാമാണ്, ഉമ്മാനെ തൊടാൻ പാടില്ല എന്നൊക്കെയാണ് ചിന്തിച്ചേക്കുക. അങ്ങനെയല്ല, ഉമ്മ എന്ന് പറയുന്ന തടി ഹറാമല്ല. അതുപോലെ കൽ മുആക്കലത്തി, ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കൽ അത് ഹറാമല്ല. അതല്ലെങ്കിൽ ഉമ്മയുടെ കൂടെ വെള്ളം കുടിക്കൽ അത് ഹറാമല്ല. പിന്നെ ഹറാം എന്ന് പറഞ്ഞാൽ ഏതാ, ഉമ്മ വിവാഹം ചെയ്യൽ ഹറാമാണ് എന്താണ് പറഞ്ഞു, മനസ്സിലായല്ലോ. അപ്പൊ അത് എവിടുന്നാ കിട്ടിയത്, അത് കിട്ടിയത് എവിടുന്നാന്ന് വെച്ചാൽ അത് ആ ഓരോ ഭാഷ ഉപയോഗിക്കുന്ന ആളുകൾക്കിടയിലുള്ള അവരുടെ ഉറുഫ് എന്ന് പറയുന്നതിന്, ഇപ്പൊ എങ്ങനെ ഞങ്ങൾ പറയാ, ഉറുഫ് എന്ന് പറഞ്ഞാൽ ആ ഭാഷ ഉപയോഗിക്കുന്ന ആളുകൾക്കിടയിലുള്ള അതിന്റെ പ്രയോഗം, അതാണ് അവിടുത്തെ ഉദ്ദേശം. ഉമൂമ് മുകളിൽ പറഞ്ഞ സ്ഥലങ്ങൾക്ക് ഉമൂമ് ഉണ്ടാവുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതൊക്കെ എന്താണ്, ആ പറയുന്ന രൂപത്തിലാണ്. എന്ന് വെച്ചാൽ അറബി ഭാഷ ഉപയോഗിക്കുന്ന ആളുകൾക്കിടയിലുള്ള ഒരു ഉറുഫുണ്ട്, ആ ഉറുഫ് അനുസരിച്ചുള്ള ഉമൂമാണ് ഉണ്ടാവുക. അല്ലാതെ പിന്നെ ഭാഷയിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു വധയിൽ നിന്ന് ഉണ്ടാവുന്ന രൂപത്തിലുള്ള ഉറുഫല ഉണ്ടാവുക. അതിന് ഉദാഹരണമാണ് ഇപ്പൊ ഈ പറയുന്ന, ബെസ്റ്റ് ഉദാഹരണമാണ് ഈ പറഞ്ഞ ആയത്ത്. ഓക്കെ, അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നോ, അല്ലെങ്കിൽ ഉമ്മ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയണ്ടേ ആ ശരീരം, അല്ലെങ്കിൽ ആ ഉമ്മ എന്ന് പറയുന്ന ആ സംഗതി തന്നെ ഹറാമാണെന്ന് നിലക്കൊന്നുമല്ല. പിന്നെ ഉദ്ദേശിക്കുന്ന ഉമ്മയെ വിവാഹം ചെയ്യാൻ പാടില്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാടില്ല, ഭാര്യ എന്ന നിലക്ക് ഉമ്മയെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞതിന്റെ സാരം. ഓക്കെ. ഇനി മറ്റൊരു കാര്യം, അല്ല ഇബറത്തു ബി ഉമൂമിൽ ലഫ്ദി ലാ ബി ഖുസൂസി സബബി, ഇതുമായി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് എന്ത്, ഈ ഉമൂമിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഉമൂമ് കൊണ്ടുള്ള ഇബറത്ത് പിന്നെ ലഫ്ദ് കൊണ്ട് ആണ് എന്നുവെച്ചാൽ സബബിന്റെ പ്രത്യേകം ഖാസായിട്ടല്ല. എന്ന് പറഞ്ഞാല് ചിലപ്പോൾ ചില പ്രത്യേകമായ ഒരു സബബിന്റെ കാരണത്താലായിരിക്കും ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ ആ ആയത്തിന്റെ ഹുക്മ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സംബോധന എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കെതിരെയുള്ള ഒരു ഇഫ്കിന്റെ ഒരു ആരോപണത്തിന്റെ കേസ് ഉണ്ടായിരുന്നില്ല മുമ്പ്. അപ്പൊ അത് ശരിയല്ല എന്ന് ഖുർആൻ തന്നെ എന്ത് ചെയ്തു, പിന്നീട് വിശദീകരിച്ച ആയത്ത് ഇറക്കി. അപ്പൊ ആ സമയത്ത് ഈ ആയത്ത് ഇറങ്ങുന്ന ആയിഷ ബീവിയെ സംബന്ധിച്ചാണല്ലോ. അപ്പൊ സബബ് അവിടെ ഏകദേശം ഒരൊറ്റ ആളെ ഉള്ളൂ, ഒരൊറ്റ ആളെ കുറിച്ചാണ് ഈ പറയുന്ന ആയത്ത് ഇറങ്ങുന്നത്. അപ്പൊ എങ്കിൽ പോലും അതിൽ പറയുന്ന ഖിതാബുകൾ, ആയത്തിൽ പറയുന്ന സംബോധനകൾ മുഴുവൻ ജനങ്ങളോടുമാണ്. എന്ന് വെച്ചാൽ ഇനി മേലാൽ നിങ്ങൾ ഇപ്രകാരം മറ്റൊരു മുസ്ലിമായ മുഅ്മിനത്തായ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സൂറത്തുൻ നൂറിൽ പറയുന്നുണ്ട്. അതെല്ലാരോടുമാണ്. അപ്പൊ അത് മൊത്തത്തിൽ ഉണ്ടാവുന്ന ഒരു കോമൺ ആയിട്ട് ഉള്ള ഒരു ചർച്ചയാണ് ഈ പറഞ്ഞ എന്ത്, എപ്പോഴും അൽ ഇബ്റത്തു ബി ഉമൂമിൽ ലഫ്ദി ലാ ബി ഖുസൂസി സബബി, എല്ലായിടങ്ങളിലും ഒരു ലഫ്ദിന്റെ ആമ്മ കൊണ്ടാണ് നമ്മൾ പിടിക്കപ്പെടുക, അല്ലാതെ എന്തല്ല സബബിന്റെ ഖാസ് കൊണ്ടല്ല. എന്ന് വെച്ചാൽ അൽ ഖിതാബുൽ വാരിദു അലാ സബബിൻ മുഅയ്യനിൻ, ഒരു നിശ്ചിതമായ നിർണിതമായ കാരണത്തിന് ഇറങ്ങുന്ന ഒരു ഖിതാബ്, മുഅയ്യനായ സബബ് എന്ന് പറഞ്ഞാൽ ഹാദിസിന് എന്തെങ്കിലും സംഭവമായിരിക്കാം, ഔ ജവാബു സുആലിൻ, അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന്റെ മറുപടി ആവാം. നബി തങ്ങളോട് ഒരാൾ ചോദിച്ചു, നബിയെ പിന്നെ
ഉളു എടുക്കാൻ വെള്ളം ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? വെള്ളം ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ ഒരു പക്ഷെ അപ്പൊ തയമ്മുവിന്റെ ആയത്തിറങ്ങും. അപ്പൊ ചോദിക്കുന്ന ഒരു സ്വഹാബി ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ ആ സ്വഹാബിയോട് മാത്രമാണോ ഈ പറയുന്ന നിർദ്ദേശം വരുന്നത്? അല്ല, മുഴുവൻ ആളുകളോടാണ്. അപ്പൊ ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തിറങ്ങിയാൽ അതിന്റെ ഉദ്ദേശം മുഴുവൻ ആളുകളും, ഏതൊരു മനുഷ്യരും അയാൾക്ക് ഉളു എടുക്കാൻ വെള്ളം ഇല്ലേ എന്ന് അയാൾ തയമ്മും ചെയ്യണം. ഫോർ എക്സാമ്പിൾ, അപ്പൊ എന്ന് പോലെ അവിടെ താഴെ കൊടുത്തപ്പോ എന്ത് ഒരു സംഭവം നോക്കൂ. യക്കൂൻ ആമൻ, അത് ആമായിരിക്കും. ലാ ഖാസ്വൻ, അത് ഖാസായിരിക്കും. ലാ ബിസ്സായിലി വഹ്ദഹു, ചോദ്യകർത്താവിന് മാത്രം. ഒരു ഉദാഹരണം ഇതിൽ കൊടുത്ത് അയ്യുമാ ഇഹാബിൻ ദുബിഗ ഫഖത്ത് തഹുറാൻ. അതായത് ഏതോ ഒരു സ്വാബി ചോദിച്ചതാണ് എന്ത് ഈ ചത്ത ജീവികളുടെ തോല് അത് ഊറക്കിടാൻ പറ്റുമോ? ഊറക്കിടുക എന്ന് പറഞ്ഞാൽ അത് ഉപ്പൊക്കെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഉണക്കിയെടുത്തിട്ട്, പഴയ കാലത്തൊക്കെ ആളുകള് അവരെ വസ്ത്രങ്ങളും മറ്റൊന്നും ഇല്ലല്ലോ, അപ്പൊ അവര് ജീവികളുടെ തോലാണ് കമ്പിളി വസ്ത്രങ്ങളായിട്ടും മറ്റൊക്കെ അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതിനെന്താണ്, അത് തോല് ഉറക്കിട്ട് ഉണക്കിയാൽ, ഉറക്കിടുക എന്ന് പറയും, അങ്ങനെ ഉണക്കിയെടുത്താൽ അത് അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ അത് ശുദ്ധിയാകുമോ എന്നാണ് ചോദ്യം. അപ്പൊ ഏതോ ഒരാൾ ചോദിച്ചതാണ്, മറുപടി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു അയ്യുമാ ഇഹാബിൻ ദുബിവ ഫഖത്ത് തഹൂറ, അതിന് ഊറക്കിട്ടാൽ എന്താവും? ശുദ്ധിയാകും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്? ആമാണ്. ഇനിയിപ്പോ അത് കേവലം ഒരാളോടൊന്നുള്ളതല്ല, അത് എല്ലാ ആളുകൾക്കും ഉള്ള മറുപടി അതിലുണ്ട് എന്നർത്ഥം. ലൈസ ഖാസൻ ബിശാത്തിൻ മൈമൂനത്തിൻ, ഷാത്തി മൈമൂനത്തിൻ, അതായത് മൈമൂന ബീവി, അതായത് ഈ ചോദ്യകർത്താവ് മൈമൂന ബീവി ആണെന്ന് മനസ്സിലാകുന്നുണ്ട്. അവരുടെ ആടിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്. പിന്നെ സ്വഹാബത്തു അമ്മമു അഹ്കാമ ഹാദിഹിൽ ആയാത്തി മിൻ ഗൈരി നക്കീരിൻ. അപ്പോ അവരൊക്കെ എന്താണ് ഈ ഇതിന്റെ അഹ്കാമുകളെ ഒരു ആമായിട്ടാണ് യാതൊരു തർക്കവും ഇല്ലാതെ അവർ കണ്ടിരുന്നത്. എന്ന് വെച്ചാൽ പ്രത്യേകമായ ചോദ്യകർത്താവോ മറ്റോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ സംഭവത്തിനോ ഒക്കെ മറുപടിയായിട്ട് വല്ല ആയത്ത് ഇറങ്ങിയാൽ അത് കേവലം ആ പ്രത്യേകമായ ആളെക്കുറിച്ച് മാത്രമല്ല അതിന് സംബോധന ഉണ്ടാവുക, മറിച്ച് മുഴുവൻ ആളുകളോടുമായിരിക്കും എന്നാണ് ഈ പറഞ്ഞ പോയിന്റിന്റെ ഉദ്ദേശം. മറ്റൊരു കാര്യം, ജവാബ് സുവാലി ഖദ് യുതാബിഖു സുവാല ഖദ് യസീദു അലൈഹി. ചിലപ്പോൾ എന്തുണ്ടാവും, ഒരു ചോദ്യത്തിനുള്ള മറുപടി, ഖുർആനിൽ ഒരു ആയത്ത്, റെവല്യൂഷൻ, ഒരു വെളിപാട് ഇറങ്ങാൻ, അപ്പൊ അത് ചിലപ്പോൾ എന്തായിരിക്കും, ചോദ്യത്തിനോട് യോജിച്ചുകൊണ്ടായിട്ട് ചിലപ്പോൾ വരും. ചിലപ്പോൾ ചോദ്യത്തിനേക്കാൾ കൂടുതൽ ഉത്തരത്തിലുണ്ടാകും. ഇപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു കൗല് ഉദാഹരണമായിട്ട് എടുക്കാം. ആരോ ഒരു സ്വഹാബി ചോദിച്ചു നബിയെ, പിന്നെ കടലിലുള്ള വെള്ളം അതുകൊണ്ട് വുളു എടുക്കാൻ പറ്റുമോ? ശേഷം പറയാൻ പോകുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, എന്ത് വത്തഹൂറു മാഉഹു അൽ ഹില്ലു മൈത്തത്തുഹു. എന്താ പറഞ്ഞത്? കടലിലെ വെള്ളം ശുദ്ധിയുള്ളതാണ്, എന്നുവെച്ചാൽ അതുകൊണ്ട് വുളു എടുക്കാം. അതുപോലെ കടലിലെ മൈത്തത്ത്, കടലിലുണ്ടാകുന്ന ശവങ്ങൾ, അത് അനുവദനീയമാണ്. എന്ന് വെച്ചാൽ മത്സ്യങ്ങളും മറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അവയുടെ ശവങ്ങൾ അനുവദനീയമാണ് എന്നാണ് ഇപ്പൊ അതിന് കിട്ടുന്നത്. അപ്പോ പിന്നെ ഹാദൽ ഹദീസു അഫാദ ഹില്ലിയത്ത അക്കല മൈത്തത്തിൽ ബഹരി, കടലിലെ ശവങ്ങളുടെ മൈത്തത്തിന്റെ മാംസം കഴിക്കൽ അനുവദനീയമാണ് എന്ന് ഈ ആയത്ത് എന്ത് ചെയ്യുന്നു? പായതിപ്പിക്കുന്നു. സിയാത്തൻ ലിമൻ സഅല അൻ ഹില്ലി തവല്ലുഇമായിൽ മഹരി. പക്ഷേ ചോദ്യകർത്താവ് ചോദിച്ച കടലിലെ വെള്ളം കൊണ്ട് വുളു എടുക്കാമോ എന്നതിന്റെ പുറമെ ഈ കാര്യം കൂടി എന്ത് ചെയ്യുന്നു? ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ ആഡ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നേരത്തെ പറഞ്ഞത്, ചിലപ്പോ എന്തുണ്ടാവും, ചിലപ്പോ ഇപ്രകാരമായിരിക്കും, ചോദിച്ചതിനേക്കാൾ കൂടുതൽ ഉത്തരത്തിന് ചിലപ്പോൾ അധികമായിട്ട് വന്നേക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി. മറ്റൊരു കാര്യം പറയുന്നത് സിഫത്തുൽ മുഖാത്തബി തജാലുൽ ഖിതാബ മിൻ സിയഗിൽ ഉമൂമി. മുഖാത്തബിന്റെ വിശേഷം എന്താകും, ചിലപ്പോ ഒരു ഖിതാബിനെ ഉമൂമിന്റെ സിയകളിൽ ഇതാക്കിയേക്കും. എന്ന് വെച്ചാൽ അൽ ഖിതാബുൽ മുവജ്ജഹു ലി റഈസി ദൗലത്തി മുവജ്ജഹത്തുൻ ലി ദൗലത്തി കുല്ലിഹാ. എന്ന് വെച്ചാൽ ഇതാണ്, ഇപ്പോ ഒരു ഖിതാബ് ചെയ്യപ്പെടുന്നയാൾ, അയാൾ ഒരു അയാളുടെ വിശേഷണം അനുസരിച്ചിരിക്കും ഈ ഖിതാബിന്റെ ഉമൂമിന്റെ രൂപങ്ങൾ. എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയോട് ഒരു പ്രത്യേകമായ നിർദ്ദേശമോ അല്ലെങ്കിൽ സംബോധനയൊക്കെ ഉണ്ടെങ്കിൽ അത് ആ രാജ്യത്തിലെ മുഴുവൻ ആളുകൾക്കും ഉള്ള നിർദ്ദേശമായിരിക്കാം. ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രത്യേകമായ ഒരു ഖിതാബ് പറഞ്ഞാൽ അത് ചിലപ്പോൾ എന്തായിരിക്കും, ഉമ്മത്തിനോട് അഥവാ ഉമ്മത്തിലുള്ള നബിതങ്ങളുടെ സമുദായത്തിൽപ്പെട്ട മുഴുവൻ ആളുകളോടുമുള്ള സംബോധന കൂടിയായിരിക്കും. അത് അധികം അങ്ങനെ ഉണ്ടാവുക. ഇനി അങ്ങനെ അല്ല എങ്കിൽ അത് പ്രത്യേകമായി വേറെ അറിയിക്കും എന്നുള്ളതാണ്. വേറെ സൂചനകൾ അവിടെ ഉണ്ടാവും. ഒരു ഉദാഹരണം, ഒമാ കാന ഖാസും ബിഹി, അല്ലാതെ അത് നബിതങ്ങളോട് മാത്രം പ്രത്യേകമായിരിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷയം പറയുന്നുണ്ട്. എന്ത്? വിശുദ്ധ ഖുർആനിൽ ഫോർ എക്സാമ്പിൾ നോക്കിയാൽ കാണാം, മിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക് എന്ന് പറഞ്ഞ ആയത്തുണ്ട്.
അതിൽ പറയുന്നത് നബി തങ്ങളോടാണ് അള്ളാഹു തആല പറയുന്നത്, നബിയെ നിങ്ങൾ നിശാ നമസ്കാരം അഥവാ തഹജ്ജുദ് നിസ്കാരം ഫർലാക്കപ്പെട്ട 5 ടൈമുകളിലുള്ള നിസ്കാരം വേറെ ഉണ്ട്. അതിന്റെ പുറമെയാണ് ഈ പറയുന്നത് തഹജ്ജുദ് നിസ്കാരം, സുന്നത്തായ നിസ്കാരമാണല്ലോ. അത് നബിയെ നിങ്ങൾ അള്ളാഹുവിനെ നിർവഹിക്കുക എന്ന് അതിൽ പറയുന്നുണ്ട്. പക്ഷെ ഇത് നബിതങ്ങളോട് മാത്രമാണ് എങ്കിലും നബിതങ്ങളോട് മാത്രമാണോ തഹജ്ജുദ് നിസ്കരിക്കേണ്ടതല്ല. നമ്മൾ ഓരോരുത്തരും എല്ലാവർക്കും അത് നല്ലതാണ്, നിർബന്ധമാണെന്നല്ല. പക്ഷെ അപ്പൊ ഈ പറയുന്ന സംബോധന എല്ലാവർക്കും ഉള്ളതാണ്. എങ്ങനെ കിട്ടി? അത് റസൂലുള്ളാഹി തങ്ങളോടുള്ള സംബോധനകൾ മുഴുവൻ ഉമ്മത്തിനോടുള്ള സംബോധനയാണ്. അത് എല്ലായിടത്തും അങ്ങനെയാണെന്നല്ല. അങ്ങനെ അല്ലെങ്കിൽ പ്രത്യേക അറിയിപ്പുണ്ടാവും, സൂചനകൾ ഉണ്ടാവും. പൊതുവെ അങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞതിന്റെ സാരം. ഇനി മറ്റൊരു സംഗതിയാണ് എന്ത്? ഖിതാബുർ റസൂലി ലി ഫർദിൻ ഹുവ ഖിതാബുൽ ലിൽ ഉമ്മത്തി കുല്ലിഹാ. നേരത്തെ പറഞ്ഞ സൂചന തന്നെ. ഇത് റസൂലിനോടുള്ള ഖിതാബ്, ഒരു റസൂലിന്റെ ഒരാളോടുള്ള ഖിതാബ് അത് മൊത്തം ഉമ്മത്തിനോടുള്ള ഖിതാബാണ്. ഇല്ലാ ഇദാ വറദ മാ യദുല്ലു അലാ തഖ്സീസി ബിദാലിക ശഖ്സി. എപ്പോൾ വെച്ച് ആ ഒരു വ്യക്തിയുടെ മേൽ മാത്രം ഇത് നിങ്ങൾക്ക് മാത്രം പ്രത്യേകമായ നിയമമാണ് എന്ന് പ്രത്യേകം വന്നിട്ടില്ല എങ്കിൽ നബിതങ്ങൾ ഏതെങ്കിലും ഒരാളോട് ഒരു കാര്യം സംബോധന ചെയ്തു നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ഉമ്മത്തിലെ മുഴുവൻ ആളുകളും അപ്രകാരം ചെയ്യേണ്ടതാണ്. ഉദാഹരണം പറഞ്ഞാൽ തഖ്സീസി ഖുസൈമ ബിഖബൂലി ഷഹാദത്തി വഹ്ദഹു. ഒരു വ്യക്തിക്ക് മാത്രം ആണ് എന്ന് പ്രത്യേകം പറഞ്ഞാൽ അപ്പൊ ആ വ്യക്തിയോട് മാത്രമാണ് എന്ന് പറഞ്ഞതിന് ഉദാഹരണം ഇതുപോലെ ഖുസൈമ റഹിമഹുല്ല അവരോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സത്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സാക്ഷി നിൽക്കുമ്പോഴൊക്കെ നിങ്ങൾ ഒറ്റ സാക്ഷി മതി എന്ന് പറയുന്നുണ്ട്. സാധാരണ പല കേസുകളിലും കടം വാങ്ങുന്ന സമയത്ത് സാക്ഷികൾ വെക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ പല സന്ദർഭങ്ങളിൽ സാക്ഷികളെ വെക്കുന്ന കഥ പറയാറുണ്ടല്ലോ. അവിടെയൊക്കെ 2 സാക്ഷികളെയാണ് പറയാറുള്ളത്. അപ്പോ അവിടെ 2 സാക്ഷികൾക്ക് പകരം ഹുസൈമ റഹിമഹുല്ലയോട് അവരോട് പറയുന്നുണ്ട് റസൂലുള്ളാഹി തങ്ങൾ നിങ്ങൾ ആണെങ്കിൽ ഒറ്റ സാക്ഷി മതി, അതായത് അവരൊറ്റക്ക് മതി ഒരു വിഷയത്തിൽ സാക്ഷി നിൽക്കാൻ. എന്നാൽ തന്നെ ആ കാര്യം സാക്ഷ്യം സ്വീകരിക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് അവരോട് മാത്രം പ്രത്യേകമായി പറഞ്ഞതാണ്. അതുകൊണ്ട് അത് അവർക്ക് മാത്രമേ ബാധകമാവുകയുള്ളൂ. അല്ലാതെ പൊതുവെ നബിതങ്ങൾ ഒരാളോട് ഒരു വിഷയം പറഞ്ഞാൽ അത് എല്ലാവർക്കും ബാധകമാണ്. ഒരാളുടെ അതിന് തെളിവ് മറ്റൊരു തെളിവാണ് ഈ പറഞ്ഞത്. ഒരാളോടുള്ള എന്റെ ഹുക്കുമ് അത് മുഴുവൻ ജമാഅത്തിനോടുമുള്ള എന്റെ ഹുക്കുമാകുന്നു എന്ന് വെച്ചാൽ ഞാൻ ഒരാളോട് വിഷയത്തെ കുറിച്ച് ഹുക്കുമ് പറഞ്ഞാൽ അത് മൊത്തം സമൂഹത്തിനോടുള്ള എന്റെ ഹുക്കുമ് തന്നെയാണ് എന്ന്. ഇനി വൽ ഹദീസുൽ ആസ്ലു ലഹു കമാ ഖാലൽ ഇറാഖി. ഈ ഹദീസിന്റെ സനദ് നോക്കുമ്പോൾ, അതായത് ഇതിന്റെ പരമ്പരകൾ നോക്കുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഹദീസിന് എന്തില്ല, അടിസ്ഥാനം ഇല്ല എന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അതിൽ പറയുന്ന ആശയം റെഡിയാണ്. അസുലില്ല എന്ന് പറയുന്നതിന് ഉദ്ദേശം അത്രേ ഉള്ളൂ. അതായത് ഈ റിപ്പോർട്ടർമാരിൽ ഏതെങ്കിലും റിപ്പോർട്ടർക്ക് ചിലപ്പോൾ ഒന്നുണ്ടാവും, ദൗർബല്യങ്ങൾ ഉണ്ടാവും. അതായത് അവര് ചിലപ്പോൾ യോഗ്യതയുള്ളവരായിരിക്കില്ല, എന്തെങ്കിലും കാരണം ഉണ്ടാവും. പക്ഷെ എന്നാലും അതിൽ പറയുന്ന ആശയം റെഡിയാണ്. ഇന്നമാ ഖൗലിലി മിഅത്തി ഇംറഅത്തിൻ ഖൗലിലി ഇംറഅത്തിൻ വാഹിദ. ഇതേ പ്രകാരമുള്ള വേറൊരു ഹദീസാണ് എന്ത്, എന്റെ ഏതെങ്കിലും ഒരു സ്ത്രീയോട്, ഏതെങ്കിലും ഒരു സ്ത്രീയോടുള്ള എന്റെ കൗലാകുന്നത് അത് എന്താണ്, കൗലിയിൽ ഇമ്രാത്തിൻ വാഹിദത്തിൻ അല്ലെ എന്ന് പറയുന്നത്. ഇന്നമാ കൗലിൽ മിഅത്തി ഇമ്രാത്ത്, അതെ ഒരു 100 ആളുകളുള്ള ഒരു സ്ത്രീയോട്, 100 സ്ത്രീകളുള്ള ഒരാളോട്, ഒരു വിഭാഗത്തോടുള്ള എന്റെ കൗല് ഒരൊറ്റ സ്ത്രീയോടുള്ള കൗല് പോലെ തന്നെയാണ് എന്നാണ് പേരുള്ളത്. എന്ന് വെച്ചാൽ ഒരു കൂട്ടത്തോട് പറഞ്ഞാലും അത് ഓരോരുത്തർക്കും ബാധകമാണ് എന്നുള്ള അർത്ഥം ഈ പറയുന്ന ഹദീസിൽ നിന്നും കിട്ടുന്നുണ്ട്. അസ്വഹാബത്തു കാനു യർജിഊന ഫി അഹ്കാമിൽ ഹവാദിസി ഇലാ മാ ഹക്കമ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല സ്വഹാബികള് അവരെന്തെങ്കിലും ഹുക്കുമുകളൊക്കെ, വിധികളൊക്കെ പ്രസ്താവിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഇത്തരം കേസ് വന്നപ്പോ വിധിച്ചിരുന്നത് എന്നവർ നോക്കാറുണ്ട്. അപ്പോ അല അല അഹാദിൽ ഉമ്മത്തി, ഏതിനെ വെച്ച് ഉമ്മത്തുകളുടെ ആഹാദുകൾ, എന്താ പറഞ്ഞേ, അതെ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അത്തരം കേസുകൾ വന്ന് പരിഗണിക്കുമായിരുന്നു. ഏതിനേക്കാൾ? ഉമ്മത്തുകളുടെ ആഹാദുകളെക്കാൾ. എന്ന് വെച്ചാൽ അല്ലെ, ഇതൊരു സംഭവമാണ്. അതായത് ഒരു
സിനയുടെ ശിക്ഷാ നടപടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥ പറയുന്നുണ്ട്. ഉം ആവട്ടെ. അപ്പോ അതിൽ പറയുന്നുണ്ട് എന്ത്, അവിടെ കഹാദിസത്തി മായിസിൻ ഫി ഇഖാമത്തി ഹദ്ദി സിന അലൈഹി വത്തക്ലീഫു ശറഈ അവിടെ ഇപ്പൊ എന്താണ്, ഓ, മായിസ് എന്നവരുടെ സിനയുടെ ശിക്ഷാ നടപടി നടപ്പിലാക്കുന്ന വിഷയത്തിൽ അവിടെ എന്തുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് കാര്യമാണോ പറഞ്ഞിരുന്നത് അതേ കാര്യത്തെ എന്ത് ചെയ്യുന്നു, സ്വഹാബികൾ ഫോളോ ചെയ്തിരുന്നു എന്ന്. അപ്പൊ അതിലൂടെ നബി തങ്ങൾ ചെയ്തിരുന്ന അവർക്കുള്ള മറുപടിയിൽ എന്താണോ പറഞ്ഞിരുന്നത് അത് ഇവിടെയും പകർത്തും. അങ്ങനെ അവർ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താണ്, തക്ലീഫ് ഷറഈ യശ്മലു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഷറഈയായ തക്ലീഫ് എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും എന്താക്കും, ഉൾപ്പെടുത്തുന്നുണ്ട്. ഇല്ലാമാ ദല്ല ദലീലുൽ ഇസ്തിസ്നായി, അതിൽ നിന്ന് പ്രത്യേകമായിട്ട് പുറത്താക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് അവിടെ തെളിവുകൾ വേറുണ്ടാവും. ഉദാഹരണമാക്ക ഹുർമത്ത് സക്കാത്തി അലൈഹി, അതിപ്പോ നബിതങ്ങളോട് മാത്രമുള്ളതാണ്. സാധാരണ എന്തെങ്കിലും ഒരു വിഷയം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് തെക്ലീഫ് ഉണ്ടായാൽ, നമസ്കരിക്കണം, നോമ്പ് വിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ നബിതങ്ങൾക്കും ഉൾക്കൊള്ളും. ചില വിഷയങ്ങളിൽ നബിതങ്ങൾ എന്താവും, പുറത്തായിരിക്കും, അതായത് നബിതങ്ങളുടെ ആവശ്യം ഉണ്ടാവില്ല, അതിനവിടെ പ്രത്യേകം തെളിവുണ്ടാവും. ഏതുപോലെ ഇപ്പോ ജക്കാത്തിന്റെ മുതല് എല്ലാ ജനങ്ങൾക്കും ഉപയോഗപ്പെടുത്താമല്ലോ, അവർക്ക് വേണമെങ്കിൽ അത് വാങ്ങാം, അത് ഉപയോഗപ്പെടുത്താം, അവകാശികളായ ആളുകൾക്ക് ട്ടോ. പക്ഷെ അത് നബിതങ്ങൾക്ക് പറ്റൂല. കാരണം നബിതങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ വെച്ചാൽ നബി കുടുംബത്തിന് എന്ത് പറ്റില്ല, ജക്കാത്തിന്റെ മുതല് വാങ്ങാൻ പാടില്ല എന്ന്. അപ്പൊ അതെന്താ, റസൂലുള്ളാഹി തങ്ങളോട് മാത്രം ആ വിഷയത്തിൽ പ്രത്യേകത ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. ഇതൊക്കെയാണ് ഇപ്പൊ ഉമൂം എന്ന് പറഞ്ഞാൽ. ഈ ഖുസൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉമൂമിനെ കുറിച്ച് ഏകദേശം ധാരണയല്ലോ. ഖുസൂസ് എന്ന് പറഞ്ഞാൽ ഇഖ്റാജു മാ യതനാവലുഹു ലഫ്ളു മിമ്മാ യതസവ്വറു ഫീഹി മഅന ശുമൂലി വഹുവ ഖദ് യകൂനു മുത്തസിലൻ. ഇനി പറയുന്നത് ഈ പിന്നെ ലഫ്ള് ഉൾക്കൊള്ളിക്കാവുന്ന പിന്നെ ഒരു സമഗ്രതയുടെ അല്ലെ, ഷുമൂലിയത്ത് എന്ന സമഗ്രതയാണ്. അതായത് ലഫ്ളിൻ സമഗ്രമായ ഒരു മാന ഉണ്ടാവുന്ന അർത്ഥത്തിൽ നിന്ന് ഒരു ലഫ്ദ് ഉൾക്കൊള്ളിക്കാനാവുന്ന സമഗ്രതയുടെ മാനയിൽ നിന്ന് ചിലതിനൊക്കെ എന്ത് ചെയ്യുക, പുറത്താക്കുക എന്നുള്ളതാണ്. ലഫ്ദ് ഉൾക്കൊള്ളിക്കുന്ന സമഗ്രതയുടെ അർത്ഥത്തിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പുറത്താക്കുക എന്ന് പറഞ്ഞാൽ താഴെ പറയുന്ന കാര്യങ്ങൾ ഉദാഹരണങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. ഓ, ചിലപ്പോ ഈ ഖുസൂസ് വരിക മുത്തസിലായിട്ടായിരിക്കും, എന്ന് വെച്ചാൽ ചേർന്ന് കൊണ്ടുവരും. ആ ചേർന്നുകൊണ്ട് വരുന്നതിന് ഉദാഹരണം ഇതുപോലെ, പിന്നെ ഇസ്തിസ്നായ്, ഷർത്ത്, സിഫത്ത്, ഗായത്ത് ഒക്കെ പോലെ. ഇസ്തിസ്നാവും ഷർത്തും സിഫത്തും ഗായത്തൊക്കെ ചേർന്നിട്ടാ വരിക. വൈസ്തരിത്തു ബി ആദിയിൽ അൻവായി അൻ തക്കൂന മുത്തസിലത്തൻ മിൻ ഗൈരി ബുഅദിൻ, അവിടെ ഉള്ള ഒരു നിബന്ധന, ഒരു ഷർത്ത് എന്താന്ന് വെച്ചാൽ അത് കൂടുതൽ അകലമില്ലാതെ ചേർന്ന് കൊണ്ടായിരിക്കണം വരേണ്ടത് എന്ന നിബന്ധന കൂടിയിലുണ്ട്. ഒരു ഉദാഹരണം പറയാം, ഫി കുല്ലി അർബഈന മിനൽ ഇബിലി സായിമത്തി ഇബ്നത്തു ലബൂനിൻ. ഇത് സംഭവം എന്താന്ന് വെച്ചാൽ സക്കാത്ത് കൊടുക്കുന്നതിന്റെ ഭാഗത്ത് പറയുന്നുണ്ട്. ജീവികൾ, ഒരുപാട് ജീവികളെ, കന്നുകാലികളൊക്കെ വളർത്തുന്ന ഒരു കർഷകനാണ് എങ്കിൽ അയാൾക്ക് സക്കാത്ത് നിർബന്ധമാകുന്നിടത്ത് പറയുന്നത്, ഇവിടെ ഒട്ടകത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഒട്ടകത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത്ര എണ്ണം ഒട്ടകം ഉണ്ടെങ്കിലാണ് അയാൾ സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതില് 40 ഒട്ടകം ഒരാൾക്കുണ്ടെങ്കിൽ അതന്നെ എങ്ങനെ, സായിമത്തായ ഒട്ടകം. സായിമത്തായ ഒട്ടകം എന്ന് പറഞ്ഞാല് നമ്മള് പ്രത്യേകമായി തീറ്റ ഒന്നും കൊടുക്കാതെ അങ്ങനെ അഴിച്ചു വിടുന്ന ഒട്ടകങ്ങൾക്കാണ് സായിമത്ത് എന്ന് പറയാം. ജീവികളിലൊക്കെ ഉണ്ടാവും അങ്ങനെ, എന്ത്, തീറ്റ കൊടുക്കാതെ അവ സ്വയം തീറ്റ കണ്ടെത്തിയിട്ട് കഴിച്ചു കൊണ്ടിരിക്കും. അങ്ങനത്തെ ജീവികൾക്കാണ് സായിമത്ത് എന്ന് പറയാം. അപ്പൊ അതിന് വേറെ ചെലവ് നമുക്ക് വരുന്നില്ല എന്നർത്ഥം. അങ്ങനത്തെ ഒട്ടകങ്ങളാണെങ്കിൽ അത് 40 എണ്ണം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇബ്നത്തു ലബൂനിൻ, ഒരു ഇബ്നത്തു ലബൂനിനെയാണ് എന്താകേണ്ടത്, ജക്കാത്തായിട്ട് കൊടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. വെച്ചാൽ 2 വയസ്സ് പൂർത്തിയായിട്ട് 3-ാമത്തെ വയസ്സിലേക്ക് കടന്ന പെണ്ണൊട്ടകത്തിനാണ് ഇബ്നത്തു ലബൂൻ എന്ന് പറയാം. അപ്പൊ സക്കാത്ത് കൊടുക്കേണ്ടത് അതിനെയായിരിക്കും. ഇവിടെ വിഷയം ഇപ്പൊ എന്താന്ന് വെച്ചാല്, നമ്മളെ വിഷയം ഇപ്പൊ ഇതാണ്, എന്ത്,
ഇവിടെ എന്ന് പറഞ്ഞോടത്ത് ഇബിലു സായിമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രൂപത്തിലുള്ള ഒട്ടകം 40 എണ്ണം സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞത്. എങ്ങനത്തെ മേഞ്ഞ് നടക്കുന്ന ഒട്ടകങ്ങൾ, അതായത് നമ്മൾ തീറ്റൊന്നും കൊടുക്കാതെ മേഞ്ഞ് നടക്കുന്ന തരത്തിലുള്ള ഒട്ടകങ്ങൾ 40 എണ്ണം ഉണ്ടെങ്കിൽ ആണ് സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ ഇപ്പോ ഈ വാക്ക് ഇല്ലായിരുന്നെങ്കിൽ, ഈ സായിമുത്ത് എന്ന് പറയുന്ന വാക്കില്ലെങ്കിൽ, ഇബിലു എന്ന് മാത്രം പറയുകയാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താവും? നിങ്ങൾക്ക് ഒട്ടകത്തിന്റെ എണ്ണം എപ്പോഴൊക്കെ 40 എണ്ണം എത്തുന്നുവോ അപ്പോൾ ഈ മുകളിൽ പറയപ്പെട്ടതുപോലെയുള്ള മറ്റൊരു ഒട്ടകത്തെ നിങ്ങൾ എന്താക്കേണ്ടി വരും? ഒട്ടകത്തിന്റെ കുഞ്ഞിനെ 3 വയസ്സ് 2 വയസ്സ് പൂർത്തിയായിട്ട് 3 വയസ്സിലേക്ക് കടന്ന ഒരു ഒട്ടകത്തിന്റെ കുഞ്ഞിനെ നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും എന്ന് വരുമായിരുന്നു. പക്ഷെ അവിടെ അങ്ങനെയല്ല. ഈ വാക്ക്, ഈ സായിമുത്ത് എന്ന് പറയുന്ന പദം വിരലോടുകൂടെ എന്ത് ചെയ്തു? അപ്പൊ എല്ലാ ഒട്ടകങ്ങളൊന്നും പോയി. പിന്നെ ആ ഉമൂമായ നേരത്തെ പറഞ്ഞ സമഗ്രമായ മാനാന്വിത ഇബിലു എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാ ഇബിലിലും പെടും അല്ലേ? ആ സമഗ്രമായ മാനയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു ലഫ്ള് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? കുറെ കാര്യങ്ങൾ പുറത്താക്കും. ആ പുറത്താക്കുന്നതിൽപ്പെട്ടാണ് ഇപ്പൊ എന്ത്? എല്ലാ ഒട്ടകങ്ങളും അല്ല, പിന്നെയോ സായിമത്തായ ഒട്ടകങ്ങൾ എത്ര എണ്ണം ഉണ്ടെങ്കിൽ 40 എണ്ണം ഉണ്ടെങ്കിൽ ആണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പറയുന്നത്. അപ്പൊ ഈ സായിമത്ത് എന്ന് പറയുന്ന പദമാണ് ഇവിടെ എന്തായത്? ഖുസൂസാക്കിയത്, തഖ്സീസ് ചെയ്തത്. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായിട്ടാവും കരുതുന്നു. അപ്പൊ ലാ സക്കാത്ത് ഫി, അപ്പൊ ഇത് എന്ത് മനസ്സിലായി? ഇതപ്പൊ ഇതിൽ കിട്ടുന്ന ആശയം ഇതാണ്: ലാ സക്കാത്ത് ഫി ഗൈരി സായിമത്തി, സായിമത്തല്ലാത്ത ഒട്ടകത്തിൽ സക്കാത്ത് കൊടുക്കണ്ട എന്ന്. അപ്പൊ ഈ വാക്ക് സായിമത്ത് എന്ന പദം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് ഈ ഇബിലിന്റെ ഉമൂമായ മാനയിൽ അത് പോകുമായിരുന്നു വെച്ചാൽ, അപ്പൊ ഏത് ഒട്ടകാണെങ്കിലും ശരി 40 തന്നെ ആയാൽ സക്കാത്ത് കൊടുക്കണം എന്ന് അർത്ഥം വരും. അതിപ്പോ വരില്ല, കാരണം സായിമത്ത് എന്നവിടെ പ്രത്യേകം പറഞ്ഞുകൊണ്ട് അവിടെ തഖ്സീസ് ചെയ്തു. അപ്പൊ ഏതാണ്? സായിമത്തായ തരത്തിലുള്ള സ്വയം മേഞ്ഞു നടക്കുന്ന തരത്തിലുള്ള ഒട്ടകങ്ങളാണെങ്കിൽ മാത്രം സക്കാത്ത് കൊടുത്താൽ മതി. ഓക്കെ. ചിലപ്പോ അത് മുൻഫസിലായി. ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ, ഇപ്പൊ ഇത് മുത്തസിലായിട്ട് വന്നത്. ഈ ഇബിലു എന്ന് പറഞ്ഞ ഉടനെ തന്നെയാണ് ഇത് വന്നത്, പിന്നെ സായിമത്ത് പറഞ്ഞത്. അപ്പൊ എന്താ ചേർന്നു? അതാണ് മുത്തസിലായ തരത്തിലുള്ള ഖുസൂസ് എന്ന് പറഞ്ഞത്. ചിലപ്പോ മുൻഫസിലായിട്ട് വേർപിരിഞ്ഞ രൂപത്തിൽ എന്ത് വരാറുണ്ട്? ഈ ഖുസൂസ് വരാറുണ്ട്, തഖ്സീസ് ഉണ്ടാവാറുണ്ട്. ഓ തഖ്സീസുൻ ബിൽ അദില്ലത്തി സമഇയ്യത്തി ഫലാ തഖ്സീസ ബിൽ അഖ്ലി ലിഅന്ന അൽ വഹിയ ലാ യഖ്സു ബി ഗൈറിൽ വഹി. പിന്നെ പറയുന്നത്, ചിലപ്പോ ഈ പറയുന്ന തഖ്സീസ് എന്തായിരിക്കാം? തൊട്ടടുത്ത കുറച്ച് വേർപിരിഞ്ഞ് വന്നേക്കാം. പിന്നെ അത് സമഇയ്യായ അദില്ലത്തുകൾ കൊണ്ടുള്ള തഖ്സീസാണ് അപ്രകാരം ഉണ്ടാവാറുള്ളത്. പിന്നെ അത് വേറൊരു വിഷയമാണ് പറയുന്നത്. അതായത് ഓ തഖ്സീസുൻ ബിൽ അദില്ലത്തി സമഇയ്യത്തി ഫലാ തഖ്സീസ ബിൽ അഖ്ലി, കേൾവിയിലൂടെ വരുന്ന തെളിവ് കൊണ്ടാണ് ഒരു വിഷയത്തിൽ തഖ്സീസ് ഉണ്ടാവുക, അല്ലാതെ ബുദ്ധിപരമായ ലോജിക്ക് വെച്ചുകൊണ്ട് തഖ്സീസ് ഉണ്ടാവില്ല. കാരണം വഹി ആണല്ലോ അപ്പുറത്ത് ഉണ്ടാവുക. ഒരു പൊതുവായ നിയമം ഉണ്ടാവില്ല, അധികം അപ്പുറത്ത് വഹിയാ ഉണ്ടാവുക. ഖുർആനിലെ ഏതെങ്കിലും നിർദ്ദേശമോ മറ്റൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് വഹി മുഖേന വരുന്ന, അപ്പൊ വഹി മുഖേന വരുന്ന ഒന്ന് വഹി അല്ലാത്തത് കൊണ്ട് തഖ്സീസാക്കാൻ പറ്റില്ല. അത് മാത്രം ലോജിക്ക് എന്ന് പറഞ്ഞത്. നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മളെ ബുദ്ധിയിൽ വരുന്ന ഒരു ലോജിക് കൊണ്ട് എന്ത് ചെയ്യാം? ഒരു സംഗതിയെ തഖ്സീസാക്കപ്പെടില്ല. എന്നൊരു പൊതുവെയുള്ള ആശയമാണ്, അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ബിമ യക്കൂനു തഖ്സീസു, എന്തുകൊണ്ടെല്ലാമാണ് തഖ്സീസ് ഉണ്ടാകാൻ പറ്റുക? അപ്പൊ നേരത്തെ നമ്മള് ഉണ്ടാക്കാനുള്ള കുറെ മാർഗങ്ങൾ പറഞ്ഞിരുന്നല്ലോ. എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് തഖ്സീസ് ഉണ്ടാവുക? അപ്പൊ കിതാബ് കൊണ്ട് തഖ്സീസ് ഉണ്ടാവുക. അപ്പൊ ഖുർആനിൽ പറയുന്ന ഒരു ആമായ, അല്ലെങ്കിൽ ഒരു സംഗതിയെ ചില പ്രത്യേകമായ സംഗതികൾ കൊണ്ട് മാത്രം അതിനെ എന്താക്കാൻ പറ്റും? പ്രത്യേകപ്പെടുത്താൻ പറ്റും. അപ്പൊ ഖുർആൻ കൊണ്ട് പ്രത്യേകപ്പെടുത്താൻ പറ്റും. ഓരോന്നിന്റെ ഉദാഹരണം ശേഷം പറയുന്നുണ്ട്, മനസ്സിലാവും. ഉദാഹരണം പറയാം. ഖുർആൻ ആണ് കിതാബ് ഉദ്ദേശിച്ച് ഖുർആനാണ് കേട്ടോ. ഖുർആൻ കൊണ്ട് തഖ്സീസാക്കൽ ജായിസാണ്. ഉദാഹരണം ഇതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉലാത്തുൽ അഹ്മാലി അജലുഹുന്ന അൻ യളഅന ഹംലഹുന്ന എന്ന് പറയുന്നുണ്ട്. വല്ലദീന ഖസ്സസ ബിഹി, ആ പറഞ്ഞ ആയത്തും തഖ്സീസാക്കപ്പെട്ടു. എന്ത്? വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന അർബഅത അശ്ഹുരിൻ വഅശ്റ. അതായത് സാധാരണ ഈ പറഞ്ഞ ആയത്ത് നോക്കൂ. ഈ പറഞ്ഞ ആയത്ത്, അവസാനം പറഞ്ഞ ആയത്ത്, വല്ലദീന യുതവഫൗന മിൻകും, നിങ്ങളിൽ ആരെങ്കിലും എന്താണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ, വയദറൂന അസ്വാജൻ, എന്നിട്ട് അവരുടെ ഇണകളെ ബാക്കി വെച്ച് പോവുകയുമാണ് എങ്കിൽ, ഭാര്യനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്താക്കണം? യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന, ആ ഭാര്യമാരായ ഇണകൾ എന്തായാലും അവര് കാത്തിരിക്കണം. അർബഅത അശ്ഹുരിൻ വഅശ്റ, എന്നുവെച്ചാൽ അടുത്ത വിവാഹം കഴിക്കുന്നതിന് മുമ്പേ
4 മാസവും 10 ദിവസവും. കൃത്യമായി അതിലൊക്കെ ഒരുപാട് സൈക്കോളജിക്കലി അതുപോലെ സയൻസ് പരമായിട്ടൊക്കെ ഒരുപാട് സംഗതികൾ ഇതിലുണ്ട്. എന്നുവെച്ചാൽ അടുത്തൊരു വിവാഹം ചെയ്യുന്നതിന് മുമ്പേ ആദ്യത്തെ ഭർത്താവിൽ നിന്നുള്ള യാതൊരു ബീജവും അവരുടെ ഗർഭത്തിലില്ല എന്ന് ഉറപ്പുവരുത്തലും മറ്റു പല ലക്ഷ്യങ്ങളും അതിന്റെ പിന്നിലുണ്ട്. വിശുദ്ധ ഖുർആൻ വ്യക്തമായ കാര്യം പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ഭാര്യ അവരുടെ ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു 4 മാസം ഇദ്ദയിലിരിക്കണം. 4 മാസം 10 ദിവസവും. ഇങ്ങനെ ഇതിപ്പോ ഒരു കോമൺ ആയ നിയമമാണ്. പക്ഷേ ആ കോമൺ ആയ നിയമത്തിൽ നിന്ന് ആര് ഒഴിവുണ്ട്? ഒരു പ്രത്യേക വിഭാഗം ഒഴിവുണ്ട്. അതാണ് നേരത്തെ പറയുന്നത്. ഈ കോമൺ ആയ നിയമത്തെ നമ്മൾ എന്ത് ചെയ്യും? വെട്ടിച്ചുരുക്കുന്നു, തഫ്സീസ് ചെയ്യുന്നു. ഇതിലൂടെ ഔലാത്തുൽ അഹ്മാലി അദലുഹുന്ന അൻ യളഅന ഹംലഹുന്ന എന്ന് പറയുന്ന ആയത്തില്. കാരണം നോക്കൂ, ഇവിടെ സാധാരണ ഈ ത്വലാഖ് ചൊല്ലപ്പെട്ട ഭാര്യ, പിന്നെ ഭർത്താവ് മൊഴി ചൊല്ലപ്പെട്ട ഭാര്യയാണെങ്കിൽ അവളും ഇതേ പ്രകാരം ഇതായിരിക്കണം അടുത്ത ഭർത്താവിനെ വിവാഹം ചെയ്യുന്നതിന്റെ മുമ്പായിട്ട്. അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയ പെണ്ണാണെങ്കിലും ഇതായിരിക്കണം. പക്ഷെ ഇവിടെ ഗർഭിണികളാണെങ്കിൽ ഈ രണ്ട് രൂപത്തിലുള്ളതാണെങ്കിൽ, അഥവാ എന്ത് ചെയ്യാണ്? ഒന്നെങ്കിൽ ഭർത്താവ് മൊഴി ചൊല്ലിയ ഭാര്യയാണ്, പെണ്ണാണ് സങ്കല്പിച്ചോളി, അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ട ഒരു പെണ്ണാണെങ്കിലും അവർ രണ്ടുപേരും ഇരിക്കുമ്പോൾ അവർ ഗർഭിണികളാണ് എങ്കിൽ അവർ പ്രസവിക്കലോടുകൂടെ തന്നെ അവരുടെ ഇദ്ദയുടെ പീരീഡ് കഴിയും. കാരണം അവർ ഗർഭമുള്ള സ്ത്രീ ആണെങ്കിൽ പിന്നീട് അവരുടെ, എന്റെ ഹിക്മത്ത് പറയുന്നത് അങ്ങനെയാണ്, അവരുടെ ഇതിൽ ഇനി പുതിയൊരു പിന്നെ ബീജം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അപ്പോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഉലാത്തുൽ അഹ്മാലി അജലുഹുന്ന അൻ ഹംലഹുന്ന, നിലവിൽ ഗർഭമുള്ള സ്ത്രീകളാണ് എങ്കിൽ അവരുടെ ഇദ്ദയുടെ അവധി എന്ന് പറയുന്നത് അവരുടെ പ്രസവം, അവരുടെ വയറ്റിലുള്ള കുഞ്ഞിനെ അവർ പ്രസവിക്കൽ കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ പറയുന്നത് കോമൺ ആയ നിയമമാണ് അല്ലേ? പക്ഷെ ആ കോമൺ ആയ നിയമത്തിൽ നിന്ന് ഈ പറയുന്ന വിഭാഗം പുറത്താണ്. കാരണം ഇവർക്ക് എന്തില്ല, അപ്പോ 4 മാസം 10 ദിവസം യുദ്ധരിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പോ ചിലപ്പോ എന്തുണ്ടാവും, ഈ ഭർത്താവ് മരണപ്പെടുന്ന സമയത്ത് ഈ ഭാര്യ ഗർഭിണിയാണ്. അപ്പൊ അവർക്ക് എന്തായിട്ടുണ്ട്? ഒരു 8 മാസമായിരുന്നു കുട്ടികൾ. 8 മാസമായെങ്കിൽ അപ്പൊ ഇനി ബാക്കി എന്താ ഉണ്ടാവും? 9 മാസം 9 ദിവസമാണല്ലോ ഏകദേശം പ്രസവിക്കാനുള്ള സമയം. അങ്ങനെ ആകുമ്പോൾ ഒരു മാസവും ചില്ലറയും മാത്രമേ അവർ ഇതായിരുന്നാൽ മതിയാവും. പറഞ്ഞ മനസ്സിലായാലും ചിലപ്പോ ആവശ്യം പ്രസവിക്കാൻ വേണ്ടിയിട്ട് ആകെ ഒരു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഭർത്താവ് മരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ ഭർത്താവ് ഇവരെ അങ്ങനെ മരിച്ചു പോകുന്ന സാഹചര്യം വരികയാണെങ്കിൽ അപ്പൊ അവിടെ ചിലപ്പോ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ഉണ്ടായേക്കാം, ചിലപ്പോൾ നിമിഷങ്ങൾ മാത്രമേ ഇരിക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗർഭമുള്ള സ്ത്രീയാണെങ്കിൽ അവൾ പ്രസവിക്കൽ കൊണ്ട് തന്നെ അവരെ യുദ്ധ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ നോക്കൂ, കോമൺ ആയ ഒരു നിയമത്തെ ഇവിടെ തഖ്സീസാക്കി, അതിനെ വെട്ടിച്ചുരുക്കി ചില പുതിയ എന്താണ് വേറൊരു ആശയം കൊണ്ട്. ഇവിടെ രണ്ടും ഖുർആനാണല്ലോ, രണ്ടും വഹിയാണല്ലോ. നേരത്തെ മുകളിൽ പറഞ്ഞ ചർച്ച എനിക്ക് കേട്ടല്ലോ, വഹിയല്ലാത്തൊരു കാര്യം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ തഖ്സീസാക്കാൻ പറ്റില്ല ആണ് സൂചന അവിടെ പറഞ്ഞത്. അതായത് വഹിയായി ഇറങ്ങിയ ഒരു വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിനെയോ മറ്റോ ഒക്കെ എന്ത് ചെയ്യാം, നമ്മൾ ലോജിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, വെട്ടിച്ചുരുക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ അതല്ല, ഖുർആൻ കൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, തഖ്സീസാക്കണം, അത് പറ്റും. കാരണം ആദ്യം താഴെ പറഞ്ഞതിൽ നിന്ന് ചില പ്രത്യേകമായ സംഗതികളെ നമ്മളവിടെ പുറത്താക്കിയല്ലോ, മനസ്സിലായല്ലോ? ഇനി എന്തുകൊണ്ടും പറ്റും, ഖുർആനിൽ പറഞ്ഞ ഒരു സംഗതിയെ സുന്നത്ത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, തഖ്സീസാക്കാൻ പറ്റും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും നബി തങ്ങൾ ഏതൊരു കാര്യം പറയുകയാണെങ്കിലും വഹി മുഖേനേ പറയുള്ളൂ. അപ്പൊ നബി തങ്ങൾ പറയുന്നു വഹി മുഖേന ആണല്ലോ. അപ്പൊ അവിടെയും എന്തുണ്ടാവും, പിന്നെ തഖ്സീസാക്കാൻ പറ്റും. ഉദാഹരണം പറയാം, വിശുദ്ധ ഖുർആനിലുണ്ട് യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു ആയത്താണ്, ആ ആയത്തിന്റെ ഭാഗം മാത്രമാണ് അവിടെ കൊടുത്തത്. ഇതിൽ പറയുന്നത് സൂറത്തുൽ നിസായിൽ പറയുന്നത് നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അള്ളാഹു തആല അങ്ങോട്ട് വസിയത്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ മക്കൾക്കുള്ള മീറാസിന് അനന്തരാവകാശത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള സമ്പത്തിൽ നിന്നൊരു വിഹിതം അവർക്കുണ്ടാവും. അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പൊ നമ്മള് അതിലേക്ക് പോകുന്നില്ല. ആ സംഭവം ഹദീസിന് തഖ്സീസാക്കപ്പെട്ടു. എന്ത്? ഈ ഹദീസിൽ മറ്റൊരു ഹദീസ് കൊണ്ട് അൽ ഖാത്തിലു ലാ യരീസു എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞതാണ്, ഒരു ഘാതകനായ ഒരാളാണെങ്കിൽ, കൊലപ്പെടുത്തിയ ഒരു കൊല്ലുന്ന ആളാണ് എങ്കിൽ അയാൾക്ക് അനന്തരാവകാശം ഉണ്ടായിരിക്കുന്നത്. ഇസ്ലാമില് ഇൻഹെറിറ്റൻസിന്റെ നിയമം അഥവാ അനന്തരാവകാശ നിയമം എടുത്ത് പരിശോധിക്കുമ്പോൾ എന്തില്ല, കൊന്നയാൾക്ക് ഒരു മകൻ ബാപ്പയെ കൊന്നു, എന്തിനാ കൊന്ന്? പണം കിട്ടാൻ വേണ്ടിയിട്ട്. അയാൾക്ക് അനന്തരാവകാശം കിട്ടൂല എന്നാണ് ഇസ്ലാമിക നിയമം, ഇസ്ലാമിക് ലോ പറയുന്നത്.
അതെന്താന്ന് വെച്ചാല് നബി തങ്ങളുടെ ഹദീസിൽ പറയുന്നുണ്ട് കാത്തുലായിരിക്കൂ, കൊന്ന ആൾക്ക് എന്തില്ല അനന്തരാവകാശം. അപ്പൊ നിങ്ങൾ നോക്കൂ, ഖുറാൻ ഇവിടെ പിന്നെ ആമാണ്. ഖുറാന്റെ പ്രയോഗം ഇവിടെ ആമാണ് എന്ന് വെച്ചാൽ ഏതൊരാളും, ഒരാൾ വാപ്പ മരിച്ചു പോയാൽ അവരുടെ അനന്തരാവകാശം നിശ്ചിതമായ വീതം ഇതിന്റെ ഇത് പ്രകാരം കേട്ടോ, ഇസ്ലാമിൽ കൃത്യമായും പറഞ്ഞിട്ടുണ്ട്. ഓരോ സമയത്തും ഇന്നാലിന്ന ആൾക്ക്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഭാര്യയാണെങ്കിലും മകളാണെങ്കിലും ഉമ്മയാണെങ്കിലും ഒക്കെ, സ്ത്രീകളെ പല വിധത്തിൽ വരുമല്ലോ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ഓരോരുത്തർക്കുള്ള കൃത്യമായ വിഹിതം കൃത്യമായി ഇസ്ലാമിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. അത് രണ്ടുപേർക്കും പകുത്ത് നൽകുക, പകുതിയും പകുതിയാക്കുക, അങ്ങനെയുള്ള ഒന്നല്ല. അതൊക്കെ നമ്മൾ ലോജിക് കൊണ്ട് തീരുമാനിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഈ വെളിപാട് റെവലേഷൻ മുഖേന ഇറങ്ങുന്ന ഒരു ഇതിന് നമ്മളെ ലോജിക് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, തഫ്സീസാക്കാൻ പറ്റൂല. അപ്പൊ ഖുർആൻ പറയുന്നത് അല്ലെങ്കിൽ ഹദീസിൽ പറയുന്ന ഒരു കാര്യം അങ്ങനെ തന്നെ കേൾക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ ഡ്യൂട്ടി. അപ്പൊ അത് ചിലപ്പോൾ സ്ത്രീകൾക്ക് പുരുഷനേക്കാൾ കൂടുതൽ വരുന്ന സന്ദർഭം ഉണ്ടാവും. ഉമ്മക്ക് ചിലപ്പോൾ കൂടുതൽ വിഹിതം കിട്ടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ പുരുഷന് കുറയുന്ന സന്ദർഭം ഉണ്ടാവും, ചിലപ്പോൾ രണ്ടുപേർക്കും ഒരുപോലെ കിട്ടുന്ന സന്ദർഭം ഉണ്ടാവും. ഇതെല്ലാം ഇസ്ലാമിക് പിന്നെ അനന്തരാവകാശ നിയമത്തിൽ വരുന്നുണ്ട്. ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ത്, രണ്ടുപേർക്കും ഒരുപോലെ ആവണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ചിലപ്പോൾ ഒരുപോലെ ഒന്നല്ല ആവാം, ചിലപ്പോൾ പെണ്ണിന് കൂടുതൽ ഉണ്ടാവും, ചിലപ്പോൾ ആണിന് കൂടുതൽ, അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ വരാറുണ്ട്. ഇത് പോട്ടെ. നമ്മൾ ചർച്ചയിൽ പറയുന്നത് ഇവിടെ മക്കൾക്ക് അനന്തരാവകാശം കൊടുക്കുന്നതിന്റെ കണക്കുകൾ പറയുന്നിടത്ത് അവിടെ എല്ലാ മക്കൾക്കും അനന്തരാവകാശം കിട്ടുമെന്നാണ് ഖുറാനിന്റെ ഈ പറയുന്ന അവകാശം. പക്ഷെ അത് എല്ലാവർക്കും ഇല്ല. അതിന് ആരൊഴിവുണ്ട്? പിതാക്കന്മാരെയോ മറ്റോ ഒക്കെ കൊലപ്പെടുത്തിയിട്ട്, പിതാവ്, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്, അനന്തരാവകാശം കിട്ടുന്ന എല്ലാം അതിൽ പെട്ടു. ഉദാഹരണം പറയാം, ഭാര്യ ഭർത്താവിനെ കൊന്നു, ഭർത്താവിന് നിന്ന് അനന്തരാവകാശം ആർക്ക് കിട്ടും? ഭാര്യക്ക് കിട്ടുമല്ലോ. ആ കിട്ടലും ഇനി ഭാര്യ കിട്ടൂല. കാരണം എന്താ? ഭാര്യയാണ് ഭർത്താവിനെങ്കിൽ ഭാര്യ കിട്ടൂല. നേരെ തിരിച്ച് ആണെങ്കിലും അങ്ങനെ തന്നെ, ഭാര്യകൾ മരിച്ചാൽ ചിലപ്പോൾ അനന്തരായിട്ടുണ്ടാവും. ചെറിയ സംഖ്യ എന്തോ ഉണ്ടാവുള്ളൂ. അവർക്ക് വല്ലതും പിന്നെ മുതൽ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണല്ലോ. ഇനി ഉണ്ടായാലും ഇല്ലെങ്കിൽ കിട്ടുന്നത് എന്താണ്? ഇനി എന്ത് കിട്ടൂല? ഭാര്യയെ ഭർത്താവ് കൊന്നതാണെങ്കിൽ കിട്ടൂല. കാരണം അവിടെ എന്ത്, കാത്തിലുല എരിസു എന്ന് പറയുന്ന ഹദീസ് കൊണ്ട് അത് പുറത്തുപോയി. മനസ്സിലായിണ്ടാവില്ല. ഇതൊക്കെ ദീർഘസമയം ക്ലാസ് എടുത്ത് വിശദീകരിക്കേണ്ട കാര്യമാണ്. ഇനി പെട്ടെന്ന് പോകുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഈ ക്ലാസ് കേൾക്കുന്നൊരു കൂട്ടത്തിൽ എന്റെ അനുഭവത്തിൽ അപ്പൊ മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ടൈം പരമാവധി ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇൻഷാ അള്ളാ. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, വയുഖസ്സസുൽ കിതാബു ബി ഇജ്മാഇ സ്വഹാബത്തി, പിന്നെ കിതാബികളുടെ ഇജ്മാ കൊണ്ട് തസ്സീസാക്കപ്പെടും. അത് വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു കോമൺ ആയ നിയമത്തെ ചിലപ്പോൾ എന്ത് ചെയ്യാം, സ്വഹാബികളുടെ ഇജ്മാ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഒരു കാര്യം പറയാം, അതുകൊണ്ട് ചിലപ്പോൾ തസ്സീസാക്കപ്പെടും. ഖുർആനിൽ കാണാം, ഫജ്ലിദൂഹും സമാനീന ജൽദത്തൻ എന്ന് പറയുന്നുണ്ട്. വ്യഭിചാര ആരോപണത്തെ പറയുന്നിടത്ത്, അതിന്റെ ശിക്ഷ പറയുന്നിടത്ത് പറയുന്നുണ്ട്, അന്യായമായിട്ട് ആണ് ഇല്ലാത്തിൽ ഒരാൾ വ്യഭിചാര ആരോപണം നടത്തി അതിന് തെളിവ് കൊണ്ടുവരാൻ സാധിക്കും, എന്നാൽ അയാളെ 80 തവണ ചാട്ടവാറടി പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇത് പക്ഷേ ഇതെല്ലാവർക്കും ബാധകമാണോ? അല്ല. ഇത് സ്വതന്ത്രരായ ആളുകൾ ആർക്കുണ്ടാവുള്ളൂ? അടിമകളായ ആളുകൾ. ഇന്നത്തെ കാലത്ത് ആ കാലഘട്ടത്തിൽ അടിമകൾ, കാരണം ഇസ്ലാം വരുന്നതിന് മുമ്പ് അടിമ സമ്പ്രദായം വ്യാപകമായി ഉണ്ടായിരുന്നു. ഇസ്ലാം വന്നതിന് ശേഷമാണ് അടിമകൾ പാടെ അടിമകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, പല നിയമവും മറ്റുമൊക്കെ അടിമകളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇവിടെ പിന്നെ അടിമകൾക്കുള്ള നിയമം ഈ പറയുന്ന 80 അടിയല്ല, പിന്നെ ഇപ്പതേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. എന്ത് സ്വാബികൾ മൊത്തപ്പിച്ച് പറഞ്ഞു ഈ അബദിന്റെ അടിമയിലേക്ക് വരും എന്ന ഖദ്ഫിന്റെ ഹദ് നേരെ പകുതിയാകും. അപ്പൊ 80 ഉള്ളത് എന്താവും?
ഏകോപിച്ച് പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്ത് മനസ്സിലായി? സ്വഹാബികളുടെ ഏകോപനം ചിലപ്പോൾ എന്താണ് കോമണായ ഒരു നിയമത്തെ വെട്ടി ചുരുക്കിയേക്കാം എന്ന്. ഖിയാസൊക്കെ ഇസ്ലാമിന്റെ നിയമങ്ങൾ എടുക്കുന്ന ചില പ്രമാണങ്ങളിൽപ്പെട്ട ഒന്നാണ് ട്ടോ. അപ്പൊ ഖിയാസ് കൊണ്ടും ചിലപ്പോൾ എന്തായേക്കാം ശുദ്ധ ഖുർആൻ ഒരു കോമൺ ആയ പ്രയോഗത്തെ തഖ്സീസ് ആക്കപ്പെട്ടു. അപ്പൊ ഇൻകാനത്ത് ഇല്ലത്തു മുഴത്തപ്പുറത്തിന് ഇപ്പോൾ ഈ ഖിയാസിന് എപ്പോഴും ഒരു ഇല്ലത്ത് ഉണ്ടാവും. ഇല്ലത്ത് എന്നാൽ ഒരു കാരണം, ഒരു ന്യായം ഉണ്ടാവും. ഈ ഖിയാസ് എന്ന് പറയുന്നത് ഏകദേശം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു നിയമത്തിന് ഒരു പുതിയ ഒരു പിന്നെ ഒരു പുതിയ കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായി, ഒരു സമസ്യ. അപ്പൊ ആ പ്രശ്നത്തിന്റെ നമ്മൾ അതിന്റെ വിധി എന്താണെന്ന് നോക്കുമ്പോൾ അതിൽ വിധി പുതിയ നമ്മുടെ ഹദീസിലോ ഖുർആനിലോ ഒന്നും കാണുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? മുൻഗാമികളുടെ പിന്നെ ഇതുപോലെയുള്ള മറ്റൊരു വിഷയം വന്നപ്പോൾ അതിലുള്ള ഹുക്കുമിനെ ഇങ്ങോട്ടും, അതിലുള്ള വിധിയെ ഇങ്ങോട്ടും കൊണ്ടുവരാം. അത് രണ്ടും ഒരുപോലെ, അതിന്റെ ഇല്ലത്തൊക്കെ ഒരുപോലെ ആയിരിക്കും. അങ്ങനെയുള്ള വിഷയങ്ങൾ അതിന്റെ കാരണമൊക്കെ ഒരുപോലെ ആയിരിക്കും. അങ്ങനെയുള്ള വിഷയങ്ങളിൽ അവിടുത്തെ നിയമം ഇവിടെയും ബാധകമാണ് എന്ന് പറയാം. എന്താണ് ഇപ്പൊ ഖിയാസിന്റെ ഏകദേശ രൂപട്ടോ, കൃത്യമായി പറയുകയല്ല, ഇതൊക്കെ കിതാബ് വെച്ചിട്ട് തന്നെ പറയേണ്ട വിഷയമാണ്. ഏതായാലും ഇപ്പൊ അവിടെ നോക്കൂ, അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത്തു ജൽദ. വിശുദ്ധ ഖുർആനിൽ കാണാം, വ്യഭിചാരിയായ സ്ത്രീയും വ്യഭിചാരിയായ പുരുഷനും അവർ ഓരോരുത്തരും എന്ത് ചെയ്യണം? 100 തവണ ചാട്ടവർ അടിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇത് ആരെ കുറിച്ചാ പറയുന്നത്? സ്വതന്ത്രനായ വ്യഭിചാരിയെ കുറിച്ചും വ്യഭിചാരിയായ സ്ത്രീക്കും പ്രത്യേകം ഖാസാക്കപ്പെട്ടിരിക്കുന്നു. ഫൈനൽ അബുദ്സാനി, അപ്പൊ ഇവിടെ വ്യഭിചാരിയായത് ഒരു അടിമയാണെങ്കിലോ യുഹദ്ദു നിസ്ഫു ഹദ്ദിൽ ഹുർരി, സ്വതന്ത്രനായ ആളുടെ ശിക്ഷയുടെ പകുതിയെ അവർക്കുണ്ടാവൂ. അതെന്താ തെളിവ്? വദാലിക ഖിയാസൻ ലിൽ അബ്ദി അല സാനിയത്തി അൽ അമത്തി. അത് പിന്നെന്താണ് ഇവിടെ പറയുന്നത്? വദാലിക ഖിയാസൻ ലിൽ അബ്ദി അല സാനിയത്തി അൽ അമത്തി, ഒരു അമത്തായ അടിമസ്ത്രീയായ ഒരു സാനിയത്തിന്റെ മേലുള്ള ഒരു അബദിന്റെ ശിക്ഷ പറയുന്നിടത്ത് അവിടെ നേരെ പകുതിയാണ് പറയുന്നത്. അല്ലത്തി നസ്വ ഷാരി വല അന്ന ഉഖൂബതഹ ഇദാ സനത്ത് നിസ്ഫ ഉഖൂബത്തിൽ ഹുറത്തി എന്ന് പറയുന്നുണ്ട്. ഒരു സ്വതന്ത്രയായ സ്ത്രീയുടെ ശിക്ഷയുടെ നേർപകുതിയാണ് ഒരു അടിമസ്ത്രീ വിചരിച്ചാൽ അവൾക്കുണ്ടാകുന്ന ശിക്ഷ എന്ന് ഷാരിയെ അഥവാ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറയുന്നത്. അപ്പൊ അതേ പ്രകാരം ഇവിടെ ഉണ്ടാവും. അതായത് പറഞ്ഞ മനസ്സിലായില്ല, ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. അതായത് ഒരു പിന്നെ പുരുഷനും സ്ത്രീയുടെയും കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതില് സ്വതന്ത്രയായ അടിമ സ്ത്രീയുടെ കാര്യം പറയുന്നുണ്ട്. സ്വതന്ത്രയായ ഒരു അടിമ സ്ത്രീ മറ്റൊരാളുമായിട്ട് വിചാരത്തിൽ ഏർപ്പെട്ടാൽ ഈ സ്വതന്ത്രയായ അടിമ സ്ത്രീക്ക് കിട്ടുന്ന കേട്ടോ, മറ്റാൾക്കുള്ള വേറെ ശിക്ഷ ഉണ്ട്, അതല്ല ചർച്ച. സ്വതന്ത്രയായ അടിമ സ്ത്രീക്ക് കിട്ടുന്ന ശിക്ഷയുടെ നേർപകുതിയാണ് അടിമ സ്ത്രീ വിചരിച്ചാൽ അടിമ സ്ത്രീക്ക് ഉണ്ടാവുന്ന ശിക്ഷ എന്ന് കൃത്യമായി ഇവിടെ ഉണ്ട്. ചില ആയത്തുകളിലോ അല്ലെങ്കിൽ ഹദീസിലോ ഒക്കെ ഉണ്ട്. അല്ലാഹു തആല ആയത്തിൽ തന്നെ ഉണ്ട്. ഈ ആയത്തിൽ കാണാം, ഏത് ഫൈൻ അത്തൈന ബിഫാഹിശത്തിൻ, അവിടെ നിസ്ഫുമാ അലൽ മുഹ്സനാത്തി മിനൽ അദാബി എന്ന് പറയുന്നുണ്ട്. അതായത് ഭർത്താവുള്ള മുഹ്സനാത്ത് എന്നല്ല ഉദ്ദേശിക്കുന്ന കേട്ടോ, ഭർത്താവുള്ള ഒരു സ്ത്രീ ആണ് ഈ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടത് എങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ശിക്ഷയുടെ നേർപകുതിയാണ് അടിമകളായ സ്ത്രീക്ക് ഉണ്ടാവുക എന്ന് ഈ ആയത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോ ഇതേ സംഭവം തന്നെയാണ് ഒരു അടിമയായ പുരുഷൻ വിചാരിച്ചാലും ഉണ്ടാവുക. അപ്പൊ അടിമയായ പുരുഷനെ വിചാരിച്ചാലുള്ള ശിക്ഷ എങ്ങനെയാണെന്ന് ആയത്തിൽ ഇവിടെ പ്രത്യേകം ആയത്തൊന്നും ഇവിടെ കാണുന്നില്ല. പക്ഷെ അത് ആയത്തില്ലെങ്കിലും ഈ പറയുന്ന സംഗതി, അടിമയായ സ്ത്രീ വിചാരിച്ചാൽ അവൾക്കുണ്ടാകുന്ന വിചാരത്തിന്റെ ശിക്ഷ പറയുന്നിടത്ത് അത് സ്വതന്ത്രയായ ഒരു സ്ത്രീക്ക് വിചാരിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷയുടെ നേർപകുതിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് എന്ത് കിട്ടി? സ്വതന്ത്രനായ ഒരു ആള്, ഒരു പുരുഷൻ, അയാള് വിചാരിച്ചാൽ, മറ്റൊരു സ്ത്രീയായി വിചാരിച്ചാൽ അയാൾക്കുണ്ടാകുന്ന ശിക്ഷ അതിന്റെ നേർപകുതി മാത്രമേ ആർക്കുണ്ടാവുള്ളൂ? അടിമയായ ഒരു പുരുഷനുണ്ടാവുകയുള്ളൂ എന്ന്. അപ്പൊ ഈ അടിമയായ പുരുഷന് ഇത്ര ശിക്ഷ ഉണ്ടാവുള്ളൂ എന്ന് കിട്ടിയച്ചാൽ അത് ഈ പറയുന്ന സ്വതന്ത്രയായ അടിമ സ്ത്രീക്ക് ഉണ്ടാവുന്ന ശിക്ഷയിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. ഇതാ നേരത്തെ പറഞ്ഞത്, തത്തുല്യമായ വേറൊരു കേസിലുണ്ടാകുന്ന ഹുക്കുമിനെ ഇങ്ങോട്ടും എന്ത് ചെയ്യുക, പുറത്തേക്കും കൊണ്ടുവരാം. രണ്ടിന്റെയും ഇല്ലത്ത് എന്തായിരിക്കും? കാരണം സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ഇതിനാണ് ഖിയാസ് എന്ന് പറയാം.
അപ്പൊ ഇവിടെ ഖിയാസ് മുഖേനയാണ് എന്താക്കിയത്, ഈ പറയുന്ന അസാനിയത്ത് വസാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ എന്ന് പറയുന്ന ആയത്തിന്റെ കോമൺ ആയ ഒരു സംഗതിയെ എന്താക്കിയത്, ചുരുക്കിയത്. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ നോക്കൂ, സ്വതന്ത്രനായ ഏത് സോറി എന്താണ് വ്യഭിചാരിയായ ആണാവട്ടെ പെണ്ണാവട്ടെ ഏതൊരുത്തനാണെങ്കിലും അവരെ 100 തവണ ചാട്ടവാറടിക്കണം എന്ന് പറയുമ്പോൾ കിട്ടൽ എന്താണ്, ഇതിലെല്ലാരും പെടൂലേ? സ്വതന്ത്രനായ ആളും പെടും, അടിമയായ ആളും പെടും, എല്ലാരും പെടൂലേ? അപ്പൊ അങ്ങനെയാണല്ലോ ചിന്തിക്കുക, നമ്മൾ കോമൺ ആയിട്ടാണല്ലോ ചിന്തിക്കുക. പക്ഷെ അവിടെ അങ്ങനെയല്ല, എല്ലാരെയും അങ്ങനെ 100 അടി അടിക്കണം എന്നുള്ളതല്ല. പിന്നെന്താണ്, അത് സ്വതന്ത്രനായ ആളുകളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അപ്പൊ അടിമകളായ ആളുകളെയോ, അടിമകളായ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇതിന്റെ നേർ പകുതിയാണ് ഉണ്ടാവുക. അതെവിടുന്ന കിട്ടിയത്? അത് നേരത്തെ പറഞ്ഞ പോലെ ഖിയാസ് മുഖേനയാണ് ആ പറഞ്ഞ ആശയം കിട്ടിയത്. സ്വതന്ത്രനായ ഒരു അടിമയുടെ നേർ പകുതി ശിക്ഷ മാത്രമേ ഒരു അടിമയായ പുരുഷന് ഉണ്ടാവുകയുള്ളൂ എന്ന് ഖിയാസ് മുഖേനയാണ് ഇവിടെ എന്തായത്, കിട്ടിയത് എന്നർത്ഥം. ഓക്കെ. فيكون القياس المأخوذ من الآية الثانية مخصصا لعموم الحكم الزنا في الآية الأولى في زاني الحر. അപ്പോ ഒന്നാമത്തെ ആയത്ത്, അത് നമ്മൾ നേരത്തെ ഈ പറഞ്ഞ ചർച്ച ചെയ്ത മിൻഹുമ എന്ന് പറയുന്ന ആയത്തിൽ എന്തുണ്ടാവും, പിന്നെ സ്വതന്ത്രനായ ഒരു ജാനിയെ സംബന്ധിച്ചുള്ള ശിക്ഷയുടെ ആമായ പ്രയോഗമാണ് ഉള്ളത്. പക്ഷെ ആ ആയത്ത് എന്ത് ചെയ്തു, അതിനെ തഖ്സീസ് ആക്കപ്പെട്ടു. ഇതിലൂടെ പിന്നെ അവസാനം പറഞ്ഞ ആയത്തിലൂടെ. അതാണ് ആയത്തി സ്ഥാനീയത്തി. അപ്പൊ രണ്ടാമത്തെ ആയത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ഖിയാസ് കൊണ്ട് എന്ത് ചെയ്തു, ഒന്നാമത്തെ ആയത്തിന്റെ ഉമൂമിനെ എന്ത് ചെയ്തു, ഉമൂമനെ കോമൺ ആയിട്ടുള്ള ആ രൂപത്തെ എന്ത് ചെയ്തു, ഒട്ടിച്ചുരുക്കി. ഇതാണ് തഖ്സീസ്, ഖിയാസ് കൊണ്ട് തഖ്സീസ് ആക്കുന്നതിന്റെ ഉദാഹരണം. ഇനി വേറെ സംഭവം പറയുന്നത് എന്താണ്, സുന്നത്തു ബിൽ കിതാബി. ചിലപ്പോ ഹദീസിൽ, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഖുർആനിലുള്ള ഒരു സംഗതിയെ ഹദീസ് കൊണ്ട് തഖ്സീസാക്കാന്ന് പറഞ്ഞു. ഇനി ഹദീസിലുള്ള ഒരു സംഗതിയെ ചിലപ്പോൾ ഖുർആൻ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, തഖ്സീസാക്കാൻ പറ്റും. അപ്പൊ ഉദാഹരണം ഇതുപോലെ വറദ ഫി സുൽഹിൽ ഹുദൈബിയ, ഹുദൈബിയ സന്ധിയുടെ സമയത്ത് വാരിദേ വന്ന് ഒരു ഹദീസിന്റെ കാണാം, ലാ യഅതീക മിന്ന അഹദുൻ ബിഗൈരി ഇദ്നി വലിയിഹി വഇൻ കാന അലാ ദീനിക ഇല്ലാ റദത്തുഹു ഇലൈന. അതായത് പണ്ട് മക്കയിലെ കുഫാറുകളുമായിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് നബി തങ്ങൾ ഹുദൈബിയ സന്ധി വെച്ചിരുന്നു. അപ്പൊ അതില് പല കാര്യങ്ങളും വിട്ടുവീഴ്ചയൊക്കെ ചെയ്തിരുന്നു. അതിൽ പെട്ട ഒന്നായിരുന്നു എന്ത്, ഏതെങ്കിലും ഒരാള് മുസ്ലിമായിട്ട് നബിതങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ വലിയന്റെ സമ്മതം ഇല്ലാതെ, ഇപ്പൊ ചിലപ്പോൾ അടിമകളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും, സയ്യിദിന്റെ ഒന്നും സമ്മതം ഇല്ലാതെ അല്ലെങ്കിൽ ഭർത്താവിന്റെ സമ്മതമൊന്നും ഇല്ലാതെ അവരിലേക്ക് വന്നവരാണ് എങ്കിൽ അവരെ ഞാൻ മടക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് സന്ധിയുടെ ഒരു ഭാഗമായിട്ട് തീരുമാനിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അവിടെ ആ ഹദീസ് പറയുന്നിടത്ത്, അല്ലെങ്കിൽ ആ സംഭവം പറയുന്നിടത്ത് ലാ യതീക മിന്ന അഹദുൻ, അല്ലെ, നിങ്ങളിലേക്ക് നമ്മിൽ നിന്ന് ഒരാളും വരുന്നില്ല വലിയന്റെ സമ്മതം ഇല്ലാതെ, അത് നിങ്ങൾ ദീനിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങൾ നമ്മിലേക്ക് മടക്കിയിട്ടല്ലാതെ ഇല്ല എന്ന് ആണ് ആ സന്ധിയിൽ പറയുന്നത്. അപ്പൊ കുഫാറുകൾ പറയുന്നത് കാര്യമാണ്, നബിയെ ഒരു നബിയാണ് അംഗീകരിക്കുന്നില്ല. ഒരു പറയുന്നത് നിങ്ങളുടെ മതത്തിലേക്ക് ചേർന്നുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാള് വലിയന്റെ സമ്മതം ഇല്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ അവരെ തിരിച്ചയക്കണം എന്നാണ് സന്ധിയുടെ ഭാഗമായിട്ട് പറയുന്നത്. മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കണം എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതില് നിങ്ങളുടെ അടുത്തേക്ക് നമ്മിൽ നിന്നും ഒരാളും വരുന്നില്ല എന്നല്ലേ പറയുന്നത്. അപ്പൊ അഹദ് എന്നത് അത് മൂമിനെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നഫീന്റെ സിയാക്കിൽ തിരിച്ചയച്ചേ പറ്റൂ എന്നാണല്ലോ ഇന്ന് കിട്ടുക. അപ്പൊ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ ഈ ഒരാളെന്ന് പറഞ്ഞതിൽ പെടുമല്ലോ. അപ്പൊ ആ പറഞ്ഞ ആയത്തില് ആമനു ഇദാ ജാഅകുമുൽ മുഹാജിറാത്തിൻ അല്ലാഹു അഅലമു ബിഈമാനിഹിന്ന ഫഇൻ അലിംതുമുഹുന്ന എന്ന് പറയും. വിശ്വാസിനികളായവരുടെ നിന്ന് മക്ക ഉദാഹരണം കുഫാറുകളുടെ ഭാഗത്ത് നിന്ന് മദീനത്തേക്ക്, അതായത് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എങ്കിൽ അവിടെ ഈ പറയുന്ന ഹുദൈബിയ സന്ധിയിൽ പറയുന്ന അതുപോലെ എന്ത് ചെയ്യാൻ പാടില്ല, അവരെ തിരിച്ചയക്കരുത് എന്ന് പറയുന്നുണ്ട്. കാരണം വിശ്വാസികളായി എന്നിട്ടാണ് വരുന്നതെങ്കിൽ അവർ എന്ത് ചെയ്യണം, ഒരു പരീക്ഷണം നടത്തണം. അല്ലാഹു തആല പറയുന്നത് എന്ന് പറഞ്ഞത്.
അവരധികം ഈ വിശ്വാസികളായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും. വിശ്വാസികളായിട്ടാണ് അവർ വന്നതെന്ന് അറിഞ്ഞാൽ പിന്നെ അവരെ കുഫാറുകളിലേക്ക് രുത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഹുദൈ സന്ധിയിലുള്ളത് പ്രകാരം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വലിയന്റെ സമ്മതം ഇല്ലാതെ ഏഹ്, എന്താണ് ഇസ്ലാമിലേക്ക് വന്നിട്ട് അയാൾ നബി തങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ തിരിച്ചയക്കണം എന്ന് പറയുന്ന വ്യവസ്ഥയിൽ നിന്ന് ആരൊഴിവുണ്ട്? പെണ്ണൊഴിവുണ്ട്. പെണ്ണ് എന്ന് പറഞ്ഞാൽ പെണ്ണിന് സ്വാഭാവികമായിട്ടും ഈ വീണ്ടും കുഫാറുകൾ നാട്ടിൽ പോയാൽ ഓർക്കും ജീവിക്കാൻ തന്നെ ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. അങ്ങനെ പല സംഗതികളുണ്ട്. അപ്പൊ അതുകൊണ്ട് പെണ്ണാണെങ്കിൽ അങ്ങനെ തിരിച്ചയക്കാൻ പാടില്ല എന്നുണ്ട്. ഇവിടെ ഈ ഹദീസ് കോമൺ ആണ്. ഹദീസിൽ പറയുന്ന ഏതൊരാളെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും തിരിച്ചയക്കാതെ ആണ് പറയുന്നത്. പക്ഷെ അതിന് എന്താണ് എന്ത് ഒഴിവാണ്? സ്ത്രീകൾ ഒഴിവാണ്. അതോടെ കിട്ടിയത് സ്ത്രീകൾ എന്ത് ചെയ്തു? ഈ പറയുന്ന ആണ് തഖ്സീസാക്കിയത് ഏതിനെ? നേരത്തെ പറഞ്ഞ സുലൈബിയ എന്ന ആയത്താണ്. അപ്പൊ ചിലപ്പോ എന്താവാം, അപ്പൊ ഇത് ഈ പറഞ്ഞത് രായത്തിന്റെ എന്ന് പറഞ്ഞ ഹദീസാണ്. ആ ഹദീസിനെ എന്ത് ചെയ്തു? ആയത്താണ് തഖ്സീസാക്കിയത് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി സുന്നത്തു ബി സുന്നത്തി, ചിലപ്പോ സുന്നത്തിനെ സുന്നത്തോടെ തഖ്സീസാക്കാൻ പറ്റും. ഒരു ഹദീസിനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? തഖ്സീസാക്കാൻ പറ്റും. ഉദാഹരണം ഇതുപോലെ ഖൗലു തആല ഫീമാ സഖത്തി സമ, അതുപോലെ വേറെ ഹദീസുണ്ട്, അതിനെ തഖ്സീസാക്കപ്പെട്ടു. ഹദീസിൻ ലൈസ ഫീ സുഖിൻ മിനൽ തംരി സദഖത്തുൻ എന്ന്. അതായത് ഇതും സക്കാത്തിനെ സംബന്ധിച്ചുള്ള ഹദീസാണ് കേട്ടോ. അതിൽ കൃഷിയെ സംബന്ധിച്ചുള്ള സക്കാത്ത് പറയുന്നുണ്ട്. അതായത് എത്രമാത്രം ഒരു കർഷകൻ കൃഷി നടത്തുമ്പോൾ തന്റെ വിളവെടുപ്പ് എത്ര ഉണ്ടാകുമ്പോഴാണ് അയാൾ അതിൽ നിന്ന് കൃഷി സക്കാത്ത് കൊടുക്കേണ്ടി വരിക. അപ്പൊ അതിൽ പറയുന്നത് ഫീമാ സഖത്തി സമാഉ വൽ ഉശ്റൂൻ, അതായത് തേവിൻ, അതായത് ചിലപ്പോൾ നമ്മള് കൃഷി നടത്തുമ്പോൾ ഇറിഗേഷന്റെ ഭാഗമായിട്ട് നമ്മള് ജലസേചനം നടത്താൻ ചിലപ്പോ മോട്ടർ അടിച്ചിട്ട് നനച്ചത് ഒക്കെ ഉണ്ടാവും. അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്. പിന്നെ മഴ പെയ്തിട്ട് മാത്രം നനക്കുന്ന രൂപത്തിൽ അങ്ങനെ നനച്ചുണ്ടാക്കിയ ഒരു കാർഷിക വിളയാണെങ്കിൽ അതിന്റെ 10-1 ഉഷ്ർ എന്ന് പറഞ്ഞാൽ 10-1 സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ തോന്നിയേക്കുന്നത് അങ്ങനെയാണെങ്കിൽ മഴ നനച്ചിട്ട് ഉണ്ടായി പോയ കൃഷി, അങ്ങനെയുള്ള കൃഷിയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന ഏത് കാർഷിക വിളകളാണെങ്കിലും എന്ത് ചെയ്യണം? 10-1 സക്കാത്ത് കൊടുക്കണമെന്നാണ് ചിന്തിച്ചേക്കുക. അപ്പോൾ അത് കോമൺ ആണ്. ആ കോമൺ ആയ സംഗതിയെ തസ്തീസാക്കി, അതിനെ വെട്ടിച്ചുരുക്കി ഒന്ന് എഡിറ്റ് ചെയ്ത് മറ്റൊരു ഹദീസിലുണ്ട് ലൈസ ഫീമാ ദൂന ഖംസത്തി ഔസുഖിൻ മിനത് തംരി സദഖത്തുൻ, ഏതിനേക്കാൾ? തമ്രിൽ നിന്ന് 5 ഔസുഖിനേക്കാൾ താഴെയുള്ളതിൽ ജക്കാത്ത് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെന്ത് കിട്ടി? 5 ഔസുഖിന്റെ താഴെ ഉള്ളിടത്ത് എന്ത് വേണ്ട? 5 ഔസുഖിന്റെ താഴെ മാത്രമേ ഈ പറയുന്ന കാർഷിക വിള ഉള്ളൂ എങ്കിൽ അവിടെ എന്ത് വേണ്ട? സക്കാത്ത് വേണ്ടാന്ന് കിട്ടി. നേരത്തെ പറഞ്ഞവർക്ക് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞവർക്ക് മഴ നനച്ചിട്ടുണ്ടാകുന്ന ഏത് കൃഷിയാണെങ്കിലും 10-1 കൊടുത്തോളണം എന്നാണ് ചിലപ്പോൾ ചിന്തിച്ചേക്കുക. പക്ഷെ അവിടെ അങ്ങനെയല്ല നിയമമുള്ളത്. അതിന് അപ്പുറത്ത് വേറൊരു ഹദീസുണ്ട്. ആ ഹദീസിൽ നിന്ന് ഈ പറയുന്ന ആദ്യം പറഞ്ഞ ഹദീസിന്റെ ഉമൂമിനെ എന്ത് ചെയ്യുന്നുണ്ട്? കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഹദീസ് ഈ നേരത്തെ പറഞ്ഞ താഴെ പറയുന്ന ഹദീസ് 5 ഔസുക്ക് എന്നൊക്കെ പറഞ്ഞാല് ഒരു 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 വസ്തു എന്ന് പറഞ്ഞാൽ ഏകദേശം 60 സ്വായാണ്. സ്വായ. അപ്പൊ അങ്ങനെ ആവുമ്പോ 5 ഔസുക്ക് എന്ന് പറയുമ്പോ പിന്നെ 5 സ്വായല്ലോ. 5 പിന്നെ 60 സ്വാ. അപ്പൊ 5 × 5 ഔസുക്ക് എന്ന് പറയുമ്പോ 5 × 60 ഏകദേശം ഒരു 300 പറയുമ്പോ ഇപ്പൊ ഏകദേശം അത് നമ്മളെ ഈ സ്വായിന്റെ കണക്ക് പ്രകാരം നോക്കുമ്പോൾ ഏകദേശം 612 kg ഏകദേശം ഉണ്ടാവും. അപ്പൊ 612 kg താഴെയുള്ള പിന്നെ വിളകളൊക്കെ ആണെങ്കിൽ ചില 6 ക്വിന്റലിന് താഴെയൊക്കെ കാർഷിക വിള ഉള്ളൂ എങ്കിൽ അതിൽ പറയുന്ന സക്കാത്തൊന്നും, കൃഷിയുടെ സക്കാത്തൊന്നും അതിൽ വരില്ല എന്നതിന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പറയുന്ന അതിന്റെ താഴെയുള്ള ഭാഗം ഇത് പുറത്താണ്. അതിന്റെ ഈ 6 പിന്നെ കിൻഡലിലൊക്കെ താഴെ വരുന്ന ഏകദേശം കേട്ടോ, അതൊക്കെ ഏകദേശം കണക്കാണ്. പിന്നെ അതിൽ എന്ത് വരില്ല? സക്കാത്ത് വരില്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ഹദീസ് കൊണ്ട് തന്നെ എന്ത് ചെയ്തു? തഖ്സീസാക്കി. ഇനി വേറൊരു സംഗതി പറയുന്നത് എന്താണ്? സുന്നത്തു ബിൽ ഖിയാസ്, ചിലപ്പോൾ എന്തായേക്കാം? ഹദീസിന് ഖിയാസ് കൊണ്ട് തഖ്സീസാക്കിയേക്കാം. ഇതുപോലെ ജവാസി ഇഅ്താഇൽ കാഫി സദഖത്ത് തതവ്വുഇ ഖിയാസൻ അലൽ ഹദിയത്തി. അതിന് ഉദാഹരണം ഒരു പിന്നെ ഹദീസിനെ ഖിയാസ് കൊണ്ട് തഖ്സീസാക്കുന്നതിന് ഉദാഹരണം ഇഅ്താഉൽ കാഫിരി സദഖത്ത് തതവ്വുഇ,
കാഫിർ എന്ന് പറഞ്ഞാൽ അവിശ്വാസി എന്ന അർത്ഥമുള്ള അതിന് വേറെന്തല്ലോ വ്യാഖ്യാനങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ ഇറങ്ങാറുണ്ട്. കാഫിർ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്ത ആരായാലും അയാൾ കാഫിർ എന്ന് പറയും, അവിശ്വാസി എന്ന് പറയും. അപ്പൊ കാഫിറിന് സ്വതക്ക കൊടുക്കാൻ പറ്റുമോ? ജവാസു ഇത്തായിൽ കാഫി സദഖത്ത് തൗയി ഖിയാസൻ അലൽ ഹദിയത്തി. അപ്പോ അത് പറ്റുമെന്ന് മനസ്സിലാക്കിയത് ഖിയാസാക്കിയിട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് വിഷയത്തിൽ ഹദിയ പറ്റുമെന്നുണ്ട്. അപ്പൊ അത് ഹദീസോ മറ്റോ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ എന്ത് പറഞ്ഞത്, ഹദീസിനെ ഖിയാസ് കൊണ്ട് ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. അപ്പൊ ഹദീസിൽ എവിടെയെങ്കിലും എന്ത് പറഞ്ഞിട്ടുണ്ടാവും, ഹദീസോടെ കൊടുത്തിട്ടില്ല, കാഫറുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹദിയ കൊടുക്കാൻ പറ്റും. അപ്പൊ ഹദിയ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഹദിയയുടെ മേൽ ഖിയാസാക്കിയിട്ട് എന്തും പറ്റും. പിന്നെ സ്വതക്കത്തു തത്തവഴി എന്ന് വെച്ചാൽ സ്വതക്കയായിട്ട് ഫ്രീ ആയിട്ട് ഓഫറായിട്ട് എന്തെങ്കിലും നൽകൽ അത് പറ്റും എന്നുള്ളത് ഉണ്ടല്ലോ. അപ്പൊ അത് എന്താണ്, ഈ പറയുന്ന രൂപത്തിലാണ്. ഹദിയയും തത്തവവും തമ്മിൽ ചെറിയ മാറ്റമുണ്ട്, സ്വതക്കയും തമ്മിൽ. ഹദിയ എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ ആദരിച്ചുകൊണ്ട് എന്തെങ്കിലും കൊടുക്കുന്ന ഗിഫ്റ്റുകൾക്കാണ് ഹദിയ എന്ന് പറയുക. സ്വതക്കാന്ന് അങ്ങനൊന്നുമില്ല, നമ്മൾ ആദരിച്ചുകൊണ്ടൊന്നുമല്ല, ആർക്കും നടന്നിങ്ങനെ പോകുന്ന വഴിയിൽ ഒരാൾ കാശ് ചോദിച്ച് യാചന നടത്തി അയാൾക്ക് പൈസ കൊടുത്ത്, ഇതിപ്പോ എന്താണ്, സ്വതക്കയാണ്, സുന്നത്തായ സ്വതക്കയാണ്. മറ്റേത് നമ്മളൊരു ഒരാളെ ബഹുമാനിച്ചുകൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു, അതാണ് ഹദിയ. അപ്പൊ ഹദിയ പറ്റുമെന്ന് കിട്ടിയപ്പോ ഹദിയന്റെ മേലിൽ ഖിയാസാക്കിയിട്ട് സ്വതക്കയും പറ്റുമെന്ന് പറയുന്നുണ്ട്. അവിടെ സുന്നത്തിനെ എന്ത് ചെയ്തു, ഖിയാസ് കൊണ്ട് തഖ്സീസാക്കി. അതിന്റെ ശരിയായ രൂപം ഇവിടെ പറയുന്നില്ല. ഏതായാലും അതിന്റെ ഏകദേശ ആശയം കിട്ടുന്നുള്ളൂ. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. എന്താണ്, തഖ്സീസുൽ മൻതൂഖ് ബിൽ മഫ്ഹൂമി. മൻതൂഖായ ഒന്നിനെ മഫ്ഹൂം കൊണ്ട് തഖ്സീസാക്കാൻ പറ്റും. ഉദാഹരണം പറയാം, ഹദീസിൽ കാണാം, ഇന്നൽ മാ ലാ യുൻജിസു ഷൈഉൻ. വെള്ളത്തെ ഒരു സംഗതിയും എന്താക്കുന്നില്ല. ഷൈഉൻ എന്ന് പറഞ്ഞാൽ നിക്കറാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഉമൂമ് ഫായിദപ്പിക്കും കേട്ടോ. അതിന്റെ നഫീന്റെ സിയാഖിലാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ ഉമൂമ് ഫായിദപ്പിക്കും എന്ന് വെച്ചാൽ ഒരു ഷൈഉം എന്താക്കൂല, വെള്ളത്തെ നജസാക്കുന്നില്ല എന്നാണ് ഇപ്പൊ ഹദീസിൽ നിന്ന് കിട്ടുക. അപ്പൊ അതിന്റെ നേരെ വാചികമായ അർത്ഥം, നേരെ നോക്കുമ്പോൾ കിട്ടുന്ന അർത്ഥത്തിനാണ് മന്തൂക്ക് എന്ന് പറയാം. അപ്പൊ ഇതിന് നേരെ നോക്കുമ്പോൾ കിട്ടുന്നത് എന്താ, വെള്ളത്തെ ഒന്നും ഉണ്ടാക്കുന്നില്ല, ഒരു സംഗതി നജസാക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു ഹദീസിന്റെ മഫ്ഹൂം നോക്കുമ്പോൾ, ഇദാ ബലഗൽ മാഉ കുല്ലതൈനി ലം യഹ്മിൽ ഖുബസൻ. ഒരു വെള്ളം 2 കുല്ലത്ത് വെള്ളം എത്തിയാൽ, കുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഒരു വെള്ളത്തിന്റെ അളവാണ്, ഒരു കണക്കാണ്. 2 കുല്ലത്ത് വെള്ളം ഉണ്ട് എങ്കിൽ, അത്രയും വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം എന്താക്കുന്നില്ല, നജസിനെ ഖബൂസിനെ നജസിനെ എന്താക്കുന്നില്ല, ചുമക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ അതിൽ നിന്ന് എന്ത് മനസ്സിലായി, 2 കുല്ലത്ത് വെള്ളം ഉള്ള ഒന്നിൽ നജസ് ചുമക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും നജസായ സാധനം 2 കുല്ലത്തെ വെള്ളമുള്ള ഒരു പാത്രത്തിൽ വീണാൽ അതുകൊണ്ട് നജസാവൂല എന്നാണ് നേരെ മന്തൂക്കായിട്ട്. അതായത് വാജ്യാർത്ഥം നമ്മൾ പറയുമ്പോൾ നേരെ കിട്ടുന്ന അർത്ഥം അങ്ങനെ മന്തൂക്ക് നേരെ. മഫ്ഹൂം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് നേരെ തിരിച്ച് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന സംഗതിക്കാണ് അർത്ഥത്തിനാണ് മഫ്ഹൂം വരെ. ഉദാഹരണം, ഇതേ ആശയം നേരം തിരിച്ച് ചിന്തിച്ചാൽ എന്താ കിട്ടുക, 2 കുല്ലത്തെ വെള്ളം എത്തിയാൽ എന്തില്ല, അത് അതിൽ നൈസ് വീണത് കൊണ്ട് ഒന്നും ആവില്ല. അപ്പൊ ഇന്നും തെറ്റി. നേരെ തിരിച്ച് ചിന്തിച്ച് നോക്കിയാൽ 2 കുല്ലത്തെ വെള്ളം ഇല്ലെങ്കിൽ എന്താകും, 2 കുല്ലത്തെ വെള്ളം ഇല്ലെങ്കിൽ എന്തുണ്ടാവും, അത് അതിൽ നൈസ് വീണാൽ അത് നൈസ് ആകും, നിലയിൽ കിട്ടുക. അപ്പൊ ഇത് മഫ്ഹൂമാണ്. ഇവിടെ പറഞ്ഞത് മന്തൂക്കായിരുന്നു. അപ്പോ ഈ പറയുന്നതിന്റെ മഫ്ഹൂം കൊണ്ട് ചിലപ്പോൾ എന്തായേക്കാം, മറ്റേതിന്റെ മന്തൂക്കിനെ തഖ്സീസാക്കിയേക്കാം. എന്ന് വെച്ചാൽ 2 കുല്ലത്തില്ലാത്ത വെള്ളമാണ് എങ്കിൽ അതിലിപ്പോ ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്തു, ഒരു തുള്ളി രക്തം വീണാൽ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ആ വെള്ളം മുഴുവൻ നജസായി മാറി. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ പറഞ്ഞതിന്റെ നേരെ മന്തൂക്കിലുള്ള എന്തായിരുന്നു, വെള്ളത്തെ ഒരു സാധനം നജസാക്കൂല എന്നല്ലേ ഉള്ളത്. അപ്പൊ ഇതിന്റെ മന്തൂക്കായ ആശയമായിരുന്നത് ഏത് വെള്ളമാണെങ്കിലും അതൊരിക്കലും നജസാവൂല എന്നായിരുന്നു. പക്ഷെ ഇവിടെ ഈ പറയുന്ന ഹദീസിന്റെ മഫ്ഹൂം എടുത്ത് നോക്കുമ്പോൾ 2 കുല്ലത്ത് വെള്ളം ഇല്ല എങ്കിൽ, ഒരു ഉദാഹരണം വരെ, ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ ഒരു തുള്ളി രക്തം വീണാൽ അതോടുകൂടെ എന്ത് ചെയ്തു, ആ വെള്ളം എന്തായി, നജസായി പോയി എന്ന് കിട്ടും. അപ്പൊ ഇതാണെന്ന് പറയുന്നത്, മന്തൂക്കായ ഒന്നിനെ മഫ്ഹൂമായ ഒന്ന് എന്താക്കിയേക്കാം, മഫ്ഹൂമായത് കൊണ്ട് തഖ്സീസാക്കിയേക്കാം എന്നുള്ളത്. ഈ 2 കുല്ലത്തിന്റെ കണക്ക് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം. ഈ കുല്ലത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ 210 ലിറ്റർ വെള്ളത്തിനാണ് ഈ പറയുന്ന 2 കുല്ലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഇപ്പൊ നമ്മള്
മനസ്സിലാകുന്ന സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കല്യാണത്തിനും മറ്റൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം പിടിച്ചു വെക്കാണ്ട് ഉപയോഗിക്കുന്ന ടാങ്ക് ഉണ്ടല്ലോ, നീല ടാങ്ക്. ഏകദേശം അത്ര വെള്ളം ആ ടാങ്കിൽ കൊള്ളുന്ന വെള്ളത്തിനാണ് ഏകദേശം 2 കൊല്ലത്ത് വെള്ളം എന്നൊക്കെ നമ്മൾ പറയാം. അപ്പോ അങ്ങനെ കണക്ക് നോക്കുമ്പോൾ അതിന്റെ താഴെ ഉള്ളത് പറഞ്ഞാൽ ഇപ്പൊ ഒരു ബക്കറ്റിലെ വെള്ളം അതൊക്കെ 2 കൊല്ലത്ത് വെള്ളം ഇല്ലാത്തതാണല്ലോ. അതിലേക്ക് എന്തെങ്കിലും ഒരു തുള്ളി എന്തെങ്കിലും നൈസായ സാധനങ്ങൾ വീണത് കൊണ്ട് തന്നെ എന്തെങ്കിലും നൈസായി പോകും. അപ്പോ നേരത്തെ പറഞ്ഞ ഹദീസിൽ നിന്ന് എന്ത് കിട്ടും? അവിടുന്ന് ഏത് വെള്ളമാണെങ്കിലും ഒരിക്കലും നൈസാവില്ല എന്നല്ലേ കിട്ടിയത്. അപ്പൊ ഇത് അതിന്റെ നേരെ മന്തൂക്കാണ്. പക്ഷെ ആ മന്തൂക്ക് ആയതിനെ തഖ്സീസാക്കിയത് ഈ പറയുന്ന ഹദീസിലെ മഫ്ഹൂം. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുക വെച്ചാൽ അങ്ങനെ ഉണ്ടാവാം എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഏതായാലും ഇത് ഉസൂൽ ഫിഖ് ആയതുകൊണ്ട് കുറച്ച് ടഫായിരിക്കും. ഏതെങ്കിലും വിഷയം നിങ്ങൾക്ക് മനസ്സിലാകാൻ പ്രയാസമുള്ളതോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. അതുപോലെ കമന്റ് ബോക്സ് ഉപയോഗപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കിയുള്ള വീഡിയോ സൗകര്യം പോലെ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.